സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, നമ്മുടെ ഡിസ്കഷൻ സെഷനാണ് ഹോളിസ്റ്റിക് ക്രിസ്ത്യൻ ലിവിങ്. ദൈനംദിന ജീവിതത്തിൽ നാം പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ട വത്സ ചെറിയാൻറ്റി കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ ഒരു രണ്ടാമത്തെ സെഷനാണ് നമ്മളിന്ന് ഒന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ പോകുന്നത്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയപ്പെട്ട വത്സ ചെറിയാൻറ്റിയെ വെൽക്കം ചെയ്യുന്നു. വെൽക്കം ആൻറ്റി. പ്രൈസ് ലോർഡ്. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ സെഷൻ ഒത്തിരി പേർക്ക് അനുഗ്രഹമായിരുന്നു ആൻറ്റി. പലരും എന്നെ വിളിച്ച് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അവർക്കതൊരു വലിയ ബ്ലെസ്സിങ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതൊരു വലിയ സന്തോഷമാണ്. ചിലരെന്നെ വിളിച്ച് ചോദിച്ചു, നമുക്ക് ഇടയ്ക്കൊരു ചെറിയ ഗ്യാപ്പ് വന്നപ്പോൾ അടുത്ത സെഷൻ വന്ന പാസ്റ്ററെ ഞങ്ങൾക്കത് കാണണം എന്നൊക്കെ പറഞ്ഞ് ചിലരെന്നെ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തു. വളരെ ബ്ലെസ്സിങ് ആയിരുന്നു, ഇൻസ്പയറിങ് ആയിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. പറഞ്ഞാട്ടെ ആൻറ്റി. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസന് ഹല്ലേലൂയ. പ്രത്യേകം യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം. അതുപോലെ ആസാദി ചാനലിന്റെ ഈ എപ്പിസോഡുകൾ കാണുന്ന വ്യൂവേഴ്സിന് എല്ലാം നമ്മുടെ അതിനകത്തുള്ള വിശുദ്ധന്മാര്, ദൈവജനം, എല്ലാവർക്കും പ്രത്യേകിച്ച് കർത്താവിൽ ഭക്തിയോടെ ഹല്ലേലൂയ ജീവിപ്പാൻ ആഗ്രഹിച്ച ഇങ്ങനെയുള്ള എപ്പിസോഡ്സ്, ഇങ്ങനെയൊക്കെയുള്ള ശുശ്രൂഷകൾ അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് എനിക്ക് പ്രത്യേകമായിട്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം. കഴിഞ്ഞ തവണത്തെ ശുശ്രൂഷ കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ അനേകർക്ക് അനുഗ്രഹമായെന്ന് കേട്ട് എനിക്ക് സന്തോഷമുണ്ട്. ചില കമന്റ്സ് വന്നിരുന്നതിനകത്ത് ഞാൻ ഇച്ചിരി ഫാസ്റ്റായിട്ട് സംസാരിക്കുക മാത്രമല്ല, എൻ്റെ പ്രകൃതി ഇച്ചിരിയേറെ ഫാസ്റ്റ് ആണ്. അത് ഞാൻ വളരെ നല്ലൊരു കമന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാനൊന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ഫ്രണ്ടിനോടും പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിച്ചോണേ, ഒരു കർത്താവിൻ്റെ ദാസനോടും പറഞ്ഞ് പ്രാർത്ഥിച്ചേക്കണേ ഈ സ്പീഡ് ഒന്ന് കുറച്ച് വരാനായിട്ട് കേട്ടോ. പിന്നെ അതുപോലെ റെഫറൻസ് പറയാനായിട്ട് ഞാൻ എനിക്കിഷ്ടമാണ്. ഇപ്പോഴും നമ്മൾ ഈ ഹെൽത്തി ക്രിറ്റിസിസം അത് ഏത് വിധത്തിൽ വന്നാലും നമ്മളെ നന്നാക്കി എടുക്കുന്നത്. എൻ്റെ സബ്ജക്ട്സ് ഒന്നും അങ്ങനെയായിരുന്നു ഞങ്ങൾ പഠിക്കുമ്പോൾ. ഹെൽത്തി ക്രിറ്റിസിസം അല്ലാത്ത വന്നാലും എനിക്ക് ദൈവത്തിന്റെ ആത്മാവിനുള്ള ശുശ്രൂഷയാകുമ്പോൾ അതിനകത്ത് പിന്നെയും എനിക്ക് ശരിയാകണമെന്നുള്ളൊരു ചിന്തയെ വരത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും പ്രത്യേക സ്നേഹം. അതായത് നമുക്ക് സജഷൻസ് തരുന്ന ഒത്തിരി നല്ലതാ. കാരണം അത് കൂടുതൽ ആളുകൾക്ക് ബ്ലെസ്സിങ് ആയി മാറാനിടയായി തീരുമല്ലോ. ആന്റി, ഇന്ന് ഏത് ടോപ്പിക്കാ ആന്റി ഇന്ന് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്? പാസ്റ്റർ, കഴിഞ്ഞ തവണ ഞാനൊരു ആമുഖമായിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും സാക്ഷ്യങ്ങളോടുകൂടി പാസ്റ്റർ ഇങ്ങോട്ട് ചോദിച്ചു, സാൻഡി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറഞ്ഞ് ഞങ്ങളെ തന്നെ പരിചയപ്പെടുത്തിയായിരുന്നല്ലോ. ഇത്തവണ ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് ആഴമേറിയ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ വിശുദ്ധിയെ ചൂണ്ടിക്കാണിക്കുന്ന അനുഭവങ്ങളോട് കൂടിയ വിഷയങ്ങളാണ്. അതൊരു 5-6 സബ്ജക്റ്റ് കാണും. അതുകൊണ്ട് ഇതും ഒരു മുഖവുരയായിട്ടാണ് ഇപ്പോൾ വരുന്നത്. അതിനകത്ത് എന്റെ പർപ്പസ്, എന്നെ ദൈവത്തിന്റെ പർപ്പസിലേക്ക് നടത്തിയ സാക്ഷ്യങ്ങളൂടെ വരുമ്പോൾ നിങ്ങൾക്കത് അത് കഴിഞ്ഞ് അടുത്ത ദേവദാസൻ പറഞ്ഞ പോലെ നമുക്ക് ശുശ്രൂഷിച്ച് അടുത്തടുത്ത് അയക്കുമ്പോൾ അതിനോട് ചേർത്ത് അനുഭവമാക്കുവാനായിട്ട് പ്രത്യേകം താല്പര്യപ്പെടണമെന്ന് അപേക്ഷിക്കുന്നു. അതെ, അപ്പോൾ ആന്റി ഇന്നും ആന്റിയുടെ ജീവിതാനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയ സംസാരിക്കാൻ പോകുന്നത്. അത് ഇതിനകത്ത് കുറെ കാര്യങ്ങൾ വരും. അതായത് ഇച്ചിരി തിയോളജി വരും, ഇച്ചിരി മോട്ടിവേഷൻ വരും, കൗൺസിലിംഗ് വരും. ഇങ്ങനെയൊക്കെ ചേർത്താണ്. അത് എല്ലാവർക്കും പ്രിയപ്പെട്ടവർക്ക് അത് പിന്നീട് അത് സന്തോഷമാകും. ആദ്യം പെട്ടെന്നൊന്നും മനസ്സിലായില്ലെങ്കിലും അത് സന്തോഷമാകും. ആന്റി, നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാൻ വേണ്ടി ഒരു വാക്കിലൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ? ദൈവത്തിന് സ്തോത്രം ചെയ്തു. പരിശുദ്ധ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. പിന്നെ ഒരു പ്രാവശ്യം കൂടെ വത്സ ചെറിയാൻറ്റിയെ ഞങ്ങളുടെ നടുവിലേക്ക് കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം. തൻ്റെ ദാസി ഇന്ന് സംസാരിക്കുന്ന ഓരോ വാക്കുകളും ഞങ്ങൾക്ക് ബ്ലെസ്സിങ് ആയി മാറണം. തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്, ഞങ്ങളുടെ വ്യൂവേഴ്സിനെ സമർപ്പിക്കുകയാണ്, ഞങ്ങളുടെ സിസ്റ്റത്തെ എല്ലാം സമർപ്പിക്കുകയാണ്. വൻകാര്യങ്ങൾ അവിടുന്ന് ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. കുറവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളോട് വെളിപ്പെടണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ആൻറ്റിക്ക് ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാം. ഈ പറഞ്ഞതുപോലെ നമ്മളെടുത്തിരിക്കുന്ന ഈ ഹോളിസ്റ്റിക് ക്രിസ്ത്യൻ ലിവിങ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച് ആൻറ്റിക്ക് സംസാരിക്കാം. ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം. ഞാനും കേൾക്കാനും പഠിക്കാനും ഒക്കെ റെഡിയായിട്ടിരിക്കുകയാണ്. ഇതൊരു ഡിസ്കഷൻ ആയതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം. ആന്റിക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവനിയോഗത്തിലാണ് ഈ ശുശ്രൂഷകൾ കർത്താവിന്റെ ദാസനും ദാസിയും കൂടെ ചില എപ്പിസോഡ്സ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ച് അതിന് ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാണ്.
പ്രത്യേകിച്ച് ദൈവസന്നിധിയിൽ ഞങ്ങൾ ഒന്നുകൂടെ വിനയപ്പെടുകയും താഴുകയും ചെയ്യുന്നു. സമയമാകുമ്പോൾ, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ കൂടെ വെളിപ്പെടുവാനാണ് ദൈവം എപ്പോഴും നമ്മളെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നത്. ഈ കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് എങ്ങനെയാണ് നമ്മൾ വചന വ്യവസ്ഥയിൽ നയിക്കേണ്ടത് എന്നുള്ള വിഷയമാണ് ഹൈലൈറ്റ് ചെയ്ത് ശുശ്രൂഷിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞു. അത് നിങ്ങൾ കണക്ട് ചെയ്ത് ശ്രദ്ധയോടെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരും. ആദ്യത്തെ എപ്പിസോഡ് ഒരു മുഖവുര മാത്രമായിട്ടാണ് ഞങ്ങളുടെ വിഷയങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നത് ദൈവാത്മാവിൽ. എന്നാൽ രക്ഷിക്കപ്പെട്ട് പരിശുദ്ധ ആത്മാഭിഷേകം പ്രാപിക്കുകയോ അതിനുവേണ്ടി വിശ്വസിച്ച് പ്രാർത്ഥിച്ചിരിക്കുകയോ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നവരായ സ്നാനപ്പെട്ട വേർപെട്ട ആത്മാവിലും സത്യത്തിലും ഉള്ള വിശുദ്ധ ആരാധനയിലായിരിക്കുന്ന വിശുദ്ധ ജനത്തിനാണ് ഈ എപ്പിസോഡുകൾ വളരെ പ്രയോജനമായി തീരും. ഹല്ലേലൂയ. 66 പുസ്തകങ്ങളുള്ള വിശുദ്ധ വേദപുസ്തകത്തിൽ പൂർണ്ണ വിശ്വാസവും ആശ്രയവും ഭക്തിയുമുള്ളവർ നമ്മളായിരിക്കണം. ദൈവവചനം പൂർണ്ണമായി വിശ്വസിക്കണം. ബെരോവയിലെ ക്രിസ്ത്യാനികൾ അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ച വചനങ്ങൾ അങ്ങനെ തനിയോ എന്ന് പരിശോധിച്ച പോലെ നമ്മളും തിരുവചനത്തെ ചർച്ചിൽ പോകുന്നവരായാലും ഇതുപോലെ യൂട്യൂബിൽ കൂടെ ആ ശുശ്രൂഷകൾ അനുഭവിക്കുന്നവരായാലും ആ വചനത്തെ പരിശോധിക്കണം. ഹല്ലേലൂയ. നമുക്ക് 5 ബുദ്ധിയുള്ള കന്യമാരെ പോലെ നമ്മൾ ഒരുങ്ങേണ്ടവരാണ്. പ്രിയന്റെ വരവിൽ മണവാട്ടിയായി ഒരുക്കപ്പെടാനാണ് ഈ ശുശ്രൂഷകളെ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് ഡേ ടു ഡേ ബേസിസ് എന്നുള്ള വിഷയത്തെ ആധാരമാക്കി ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിച്ചും ദൈവം അതിന് നിയോഗങ്ങൾ തന്നതും. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ഈ എൻഡ് ടൈമിൽ ദൈവജനത്തെ നമ്മൾ അന്യോന്യം ഒരുക്കണം. ഹല്ലേലൂയ. ദൈവവചനത്തെ വിഭാഗിച്ചു തരുന്ന സഭകളുടെ ശുശ്രൂഷന്മാരായ പാസ്റ്റേഴ്സ്, കൂടാതെ 5 ഫോൾഡ് മിനിസ്ട്രി ഉള്ള ശുശ്രൂഷകളെല്ലാം നമ്മുടെ പരിശുദ്ധാത്മാവുള്ള ശുശ്രൂഷകളായിരിക്കണം. അത് നമ്മുടെ നിത്യജീവനിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കാൻ വിശുദ്ധ ജനത്തെ ഇടയാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആമേൻ, സ്തോത്രം. ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ ഒന്നിച്ച് പരിശുദ്ധാത്മ സഹായത്തോടെ ശുശ്രൂഷ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഡെലിവറീസും തീർച്ചയായും ഉണ്ടാകും എന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തിയാണ്. നാം ആരും തികഞ്ഞവരല്ല. ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ കൃപ ലഭിച്ചവർ മാത്രമാണ് നാം. ആകയാൽ സമർപ്പണത്തോടെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല എന്ന വചനപ്രകാരമായിരിക്കുവാൻ ദൈവകരങ്ങളിൽ നിന്നുകൂടെ സമർപ്പിക്കാം. ആമേൻ. ഭക്തിയോടെ ദൈവവചനം അതിന്റെ ശക്തിയോടെ നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടേണ്ടതിനാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഹാലിത നല്ല നിലത്ത് വിധിച്ച വിത്ത് പോലെ ഹാലിൽ വളരണം. ഹാലേലുയ, സ്തോത്രം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ ശുശ്രൂഷകളെല്ലാം തന്നെ ബൈബിൾ സ്റ്റഡി, കുറച്ച് തിയോളജി, കൗൺസിലിംഗ്, മോട്ടിവേഷൻ, നമ്മുടെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് എല്ലാം കൂടെ ചേർന്ന അനുഭവത്തിലുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളുമായിട്ട് ജീവിതവുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടുത്തി അതിനെ ഹല്ലേലൂയ കണക്ട് ചെയ്ത് ചിന്തിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനുമായിട്ടും കഴിയും. കൂടാതെ എൻ്റെ പേഴ്സണൽ ലൈഫിലെ അനേക കാര്യങ്ങൾ ദൈവം എന്നെ ശാസിച്ച് ശിക്ഷിച്ച് ശുദ്ധീകരിച്ച് ഒരുക്കി കൊണ്ടുവന്ന ജീവിതപാതയിലെ അനുഭവങ്ങളും ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ ശുശ്രൂഷിക്കുന്നതായിരിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സർവശക്തനും സർവ്വയാപിയുമായ ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ ഒന്ന് മാത്രമാണ് നമ്മൾ വസിക്കുന്ന ഈ ഭൂമി. സോളാർ സിസ്റ്റത്തിലെ ഒരു പ്ലാനറ്റ് മാത്രം. നമ്മെ സൃഷ്ടിക്കുന്നതിന് മുന്നേ, മനുഷ്യരായി നമ്മെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ ഭൂമി പാഴി ശൂന്യമായി കിടന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വീണ്ടും നമ്മളെ സൃഷ്ടിക്കാൻ, മനുഷ്യനെ ഞങ്ങളെ പോലുള്ള ആത്മാവിൽ സ്വരൂപത്തിലുള്ളവരെ സൃഷ്ടിക്കാൻ വേണ്ടി ത്രിയേക ദൈവം ഹല്ലേലൂയ ഇതിന്മേൽ വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവ് ഈ കോഴിക്കൊക്കെ അടയൊക്കെ പൊരുന്നിരിക്കുന്ന പോലെ അങ്ങനെയാണ് ഫർമമെന്റിൽ അത് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ്. അങ്ങനെ ഈ ഭൂമി ഇന്ന് നമ്മളായിരിക്കുന്ന വാസയോഗ്യമായ ഭൂമിയാക്കി ദൈവം തീർത്തു. മനുഷ്യനെ അതിനുശേഷമാണ് സൃഷ്ടിക്കുന്നത്. കാരണം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളുണ്ട്. അവൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സാഹചര്യം ദൈവം ഈ ഭൂമിയിൽ ക്രമീകരിച്ചു. ഇങ്ങനെ ദൈവത്തിന്റെ 6-ാം ദിവസം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം, അതായത് പിതാപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തുള്ള പറവജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിലും ഇഴയുന്ന എല്ലാ ജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. നമ്മളെ ആക്കിയത് ജസ്റ്റ് ജീവിച്ചു പോകാനല്ല, ഈ ഭൂമിയിലുള്ള സകല ദൈവത്തിന്റെ സൃഷ്ടികളിന്മേലും വാഴുവാനുള്ള അധികാരത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചത്. അത്
ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 27-28. പിന്നീട് നമുക്ക് താഴോട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ വായിക്കുന്നതിനകത്തുനിന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, മനുഷ്യൻ ദൈവസൃഷ്ടിയുടെ മകുടമാണ്. പിനക്കിൾ ഓഫ് ക്രിയേഷൻ ആണ് മനുഷ്യൻ. ദൈവത്തിന്റെ എത്രയോ മനോഹരമായ സൃഷ്ടികൾ നമ്മൾ കാണുന്നു, നമ്മൾ സന്തോഷം പങ്കുവയ്ക്കുന്നു, നമ്മൾ അതിലെ ഹല്ലേലൂയ ഈ പ്രകൃതിയെ കാണുമ്പോഴൊക്കെ നമ്മൾ ഒത്തിരി ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കുന്നു, നമ്മൾ സന്തോഷിക്കുന്നു. ടൂറിസത്തിൽ കൂടെ കാണാൻ ഈ ഭൂമിയിൽ നമ്മൾ പല സ്ഥലങ്ങളൊക്കെ നമ്മൾ പോകുന്നു, ഒക്കെ ശരിയാ. പക്ഷെ ദൈവം ഈ നമ്മൾ കാണുന്ന ഈ മനോഹര ഭൂമിയുടെ നല്ല ഭൂമിയുടെ ഈ സൃഷ്ടിപ്പിൽ ഏറ്റവും ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട പിനക്കിൾ ഓഫ് ക്രിയേഷൻ എന്നാ പറയുന്നത് നമ്മളെയാണ് സൃഷ്ടിച്ചെന്നുള്ള ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ആമേൻ. അങ്ങനെ അത് നമ്മളെ സങ്കീർത്തനങ്ങൾ 8:4-8 വരെ നമ്മളൊന്ന് വായിക്കണം. സാംസ് 8:4-8. ഇപ്പം നമുക്ക് എല്ലാം വായിക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ റെഫറൻസസ് പറഞ്ഞു പോകാം. സ്തോത്രം. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം മനുഷ്യർ പെറ്റുപെരുകി ഭൂമിയിൽ നിറഞ്ഞടക്കി വാഴുവാനുള്ള അധികാരവും കൊടുത്തു. എന്നാൽ പാപം ഇടയ്ക്ക് കടന്നു വന്നു. ഇതെല്ലാം അറിയാവുന്ന ദൈവജനമാണിത്. ബൈബിള് വായിക്കുന്നവരും സഭകളിൽ കൂടെ ശുശ്രൂഷയെ കൂടെ അനുഭവിക്കുന്നവരും ആഴമേറിയ ദൈവജനത്തെ അറിയാവുന്നവരും തന്നെയാണ്. എങ്കിലും എനിക്കൊരു മുഖവരയോടുകൂടെ പറയുമ്പോഴേ അതിന്റെ ആ പ്രത്യേകമായിട്ടുള്ള പോയിന്റിലേക്ക് ഞാൻ വരത്തുള്ളൂ. സ്തോത്രം. എന്നാൽ പാപം ദൈവത്തെയും മനുഷ്യരെയും എന്റെയും ഒന്നിച്ചുള്ള ഫെലോഷിപ്പിൽ നിന്ന് അകറ്റി. അങ്ങനെ ആയിരുന്നില്ല. ആ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചു. സന്തോഷത്തോടു കൂടി എന്നും ആ കൂട്ടായ്മ ആദാമും അവയും യഹോവയും ദൈവത്തോടു കൂടി ഹല്ലേലൂയ ആ കൂട്ടായ്മ ആചരിച്ചെന്നു. അതിന്റെ കൂട്ടത്തിൽ വാഴുവാനുള്ള ഹല്ലേലൂയ അധികാരവും നമുക്ക് തന്നു. എന്നാൽ പാപശക്തികൾ കടന്നു വന്നോടെ തേജസ്സോടെ സൃഷ്ടിച്ച മനുഷ്യന്റെ തേജസ് നഷ്ടപ്പെട്ടു. ദൈവം നിയമിച്ച അനുഭവത്തിലുള്ള സർവ്വ സൃഷ്ടിമയുള്ള അധികാരവും നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റുകയില്ലെങ്കിലും അതിന്റെ ആ വലിയ എന്താ പറയാ രാജകീയ പദവിയിലുള്ള അധികാരത്തിന്റെ ആ സൃഷ്ടിപ്പിന്റെ അധികാരം നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. ഈ പാപത്തിന്റെ ശക്തി കൊണ്ട്. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യനെ വീണ്ടെടുക്കണമെന്ന ദൈവത്തിന്റെ സ്നേഹത്താൽ വീണ്ടെടുപ്പിനായിട്ട് ദൈവം പിന്നെ കർത്താവ് മനുഷ്യനായി അവതരിച്ച് പാപപരിഹാരം നിവർത്തിച്ചു. ജെനിസിസ് 3:15 നമുക്ക് അതിന്റെ പ്രോഫസി കാണുന്നുണ്ട്. ഹല്ലേലൂയ. പാപത്തിന് കാരണമായ പിശാചിനെ തകർക്കാനായിട്ടുള്ള ഒരു പ്രവചനമാണ് ഹല്ലേലൂയ നമ്മൾ അതിൽ കൂടെ കാണുന്നത് 3:15. നമ്മളെ ഹല്ലേലൂയ ദൈവം സൃഷ്ടിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇപ്പോൾ നമ്മളിങ്ങനെ പല ഡിസ്പെൻസേഷൻ കഴിഞ്ഞ് വന്നിട്ടുള്ളവരാണ്, നമ്മൾ ഗ്രേസ് പീരീഡിലായിരിക്കുന്നവരാണ്. എബ്രായ ലേഖനം 2:14 നമ്മൾ വായിക്കണം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവരെ പോലെ ജഡരക്തങ്ങളോട്, അങ്ങനെ ഒരു വചനം നമുക്കറിയാമല്ലോ. അത് നമ്മൾ കാണാതെ എപ്പോഴും ഉരുവിടുന്ന ഒരു വചനമാണ്. ആ വചനപ്രകാരം കർത്താവ് ഹല്ലേലൂയ നമ്മൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി നമ്മളെ റിസ്റ്റോർ ചെയ്യുന്ന അനുഭവമാണ്. ദൈവത്തിന് ഈ ഭൂമിയിൽ നമ്മൾ തന്നെ വാഴണം. ഇനി നമ്മളോട് പാപം ചെയ്ത് നമ്മൾ അല്ലെങ്കിൽ ബലഹീനരായി പോയതുകൊണ്ട് നമ്മളെ മാറ്റി വേറൊരു സൃഷ്ടിപ്പിന് ദൈവം ആഗ്രഹമില്ല. കാരണം ദൈവത്തിന്റെ പൂർണ്ണ പദ്ധതി ലോക സ്ഥാപനത്തിന് മുമ്പെയാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ ഈ പദ്ധതി നമ്മളെ ദൈവം കണ്ടത്. ഹല്ലേലൂയ. അത് നമ്മൾ വചനത്തിൽ കൂടെ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ ഹല്ലേലൂയ കൂടുതൽ ശ്രദ്ധിച്ച് പഠിച്ചു വരുമ്പോൾ നമ്മളെ ഒത്തിരി ആശ്ചര്യപ്പെടുത്തുന്ന ഹല്ലേലൂയ ആഴങ്ങൾ മർമ്മങ്ങൾ ഉള്ളതാണ് ഈ വചനം. ആമേൻ. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ഈ കൃപായുഗത്തിലേക്ക് കടന്നു വന്നു. ആദാമി യുഗം മുതൽ കൃപായുഗം വരെ ദൈവം ജാതിയിൽ നിന്ന് പ്രത്യേക അബ്രഹാമിന്റെ സന്തതിയിൽ നിന്ന് തെരഞ്ഞെടുത്ത ഇസ്രായേൽ മക്കൾക്ക് രക്ഷ കൈവരിക്കുന്നതിന് കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ നിയമിച്ചു. ഹല്ലേലൂയ. നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിലും ഞാൻ ഓടിച്ചൊന്ന് പറയട്ടെ. ഹല്ലേലൂയ. ആദ്യം ദൈവം സൃഷ്ടിച്ച ഭൂമി ഒറിജിനൽ എർത്ത് എന്ന് പറയുന്ന മനോഹര ഭൂമിയായിരുന്നു. ജെനിസിസ് 1:1. അത് കയോട്ടിക് എർത്തായി പാഴ്ശൂന്യമായി ജെനിസിസ് 1:2. പിന്നെ ദൈവം റീക്രിയേറ്റ് ചെയ്തു ജെനിസിസ് 1:2 തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ. അപ്പൊ ആദാമി യുഗം ആദ്യം അത് നിഷ്പാപ യുഗം അല്ലെ ഡിസ്പെൻസേഷൻ ഓഫ് ഇന്നസെൻസ് ആയിരുന്നു. അത് ഞാൻ പറയുന്നത് നമ്മൾ അങ്ങനെ പഠിച്ച് കൃപായുഗത്തിൽ വരുമ്പോൾ നമ്മളെ പറ്റിയുള്ള ദൈവത്തിന്റെ ഇത്രയും പാപികളായി ദോഷികളായി ശത്രുക്കളായി ബലഹീനരായി നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ ആഴങ്ങൾ നമുക്ക് ആ ക്രൂശിലെ യാഗത്തിൽ കൂടെ വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ ഈ പുറകിലുള്ള നമ്മുടെ ഓരോ ഹല്ലേലൂയ ഭൂമിയെ ദൈവം ഇങ്ങനെ കൊണ്ടുവന്ന അവസ്ഥയിലുള്ള ഡിസ്പെൻസേഷൻ കൂടെ നമ്മൾ അറിഞ്ഞാൽ നമ്മൾ ഒത്തിരി ദൈവത്തിൽ സന്തോഷിക്കുവാനിടയാകും. അപ്പോൾ ആദാമി യുഗം നിഷ്പാപ യുഗമാണ്, ഡിസ്പെൻസേഷൻ ഓഫ് ഇന്നസെൻസ് ആണ്. ആദാമിന്റെ സൃഷ്ടി മുതൽ വീഴ്ച വരെയുള്ള വിഷയങ്ങളാണ് അവിടെ ഉള്ളത്. ജെനിസിസ് 1:28-30, ജെനിസിസ് 2:15-17. രണ്ടാമത്തെ യുഗമാണ് മനസാക്ഷി യുഗം. ആദാമിന്റെ വീഴ്ച മുതൽ ജലപ്രളയം വരെ, അതായത് ഡിസ്പെൻസേഷൻ ഓഫ് കോൺഷ്യൻസ്. ജെനിസിസ് 4:1-9, ജെനിസിസ് 8 ഒക്കെയാണ് അതിന്റെ റെഫറൻസസ്. മൂന്നാമത്തെ യുഗം മനുഷ്യ ഭരണയുഗമാണ്. അത് ജലപ്രളയം തൊട്ട് അബ്രഹാമിന് വിളിച്ച വിളി വരെയുള്ളതാണ് ആ യുഗം. അത് ഡിസ്പെൻസേഷൻ ഓഫ് ഹ്യൂമൻ ഗവൺമെന്റ് ആയിരുന്നു.
ജെനിസിസ് 10 and 11. പിന്നെ ഉള്ള യുഗം വാഗ്ദത്ത യുഗം. അത് അബ്രഹാമിന്റെ വിളി മുതൽ സീനായിൽ ന്യായപ്രമാണം ലഭിക്കുന്നവരെയുള്ളതാണ്. അത് ഡിസ്പെൻസേഷൻ ഓഫ് പ്രോമിസ്. ജെനിസിസ് 12 and എക്സഡസ് 19:25 അവിടെയൊക്കെ വരെ വായിക്കണം നിങ്ങൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാം, നമ്മൾ വേദപുസ്തകം വായിക്കുന്നവരാണ്, പക്ഷെ ഒരു ദിവസമല്ല, നമ്മൾ കഴിയുന്നിടത്തോളം വചനം ഹല്ലേലൂയ വായിച്ചുകൊണ്ടിരിക്കുന്നവരായതുകൊണ്ട് ഇതൊക്കെയും ഗ്രഹിക്കുമ്പോൾ അടിസ്ഥാനമായിട്ട് നമുക്കൊരു ഫൗണ്ടേഷൻ ഉണ്ടാകും. ഈ ബൈബിളിലെ തിയോളജി എല്ലാ ദൈവമക്കളും വിശുദ്ധന്മാരും അതിൻ്റെ അടിസ്ഥാനം അറിഞ്ഞിരിക്കേണ്ടവരാണ്. അതിനൊരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ മകൻ പാസ്റ്റർ സാക്കിൻ്റെ കുഞ്ഞുങ്ങൾ ചെറിയ പ്രായത്തിൽ 5 വയസ്സുള്ള ട്വിൻസും പിന്നെ 3 വയസ്സ് കഴിഞ്ഞ് അവരെ ബേസിക് തിയോളജി പഠിപ്പിച്ചിരിക്കും. അതുകൊണ്ട് അവരോട് എന്ത് ചോദിച്ചാലും, എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ട് ആഴമേറിയ അല്ലെങ്കിൽ വചനങ്ങളോ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങളൊന്നും ഇല്ല. പക്ഷെ ആരും ഈ സ്കൂളിൽ പോയാലും അവർ മാർക്കറ്റിൽ പോയാലും എവിടെ എന്തെങ്കിലും ഈ ബേസിക് ദൈവമില്ലെന്നോ ഇതെല്ലാം മുസ്ലിങ്ങളുടെ ആണെന്നോ എന്തെങ്കിലും പറയാം, ഒരു ബുദ്ധിയോടെ സംവാദിക്കാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഞങ്ങൾ അവരോട് അത് ചോദിച്ചത് അവരെ അറിയാൻ വേണ്ടി വളരെ പെട്ടെന്ന് അവർ ആ കാര്യങ്ങൾ ബേസിക് തിയോളജി നമ്മൾ അറിഞ്ഞിരിക്കണം. ദൈവത്തിന്റെ മനസ്സിലുള്ളത് അറിയാതെ അടിസ്ഥാനമില്ലാതെ പോകുമ്പോൾ പലപ്പോഴും അല്ലെങ്കിൽ അടിസ്ഥാനം തെറ്റിവരായി സംശയങ്ങളാവിന്. എത്ര ശുശ്രൂഷ ലഭിച്ചാലും സംശയമാണ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഹാലേലുയ മിക്കവാറും ഹാലേലുയ ദൈവദാസന്മാരത് ചർച്ചസിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കി ബൈബിൾ സ്റ്റഡിയിൽ കൂടെ പഠിപ്പിക്കും. ഹാലേലുയ അങ്ങനെ പഠിച്ചതാണ് ഞാൻ പ്രത്യേകമായിട്ട്. ഹാലേലുയ ഞങ്ങളത് പഠിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട്, ഞാൻ ഇതിനിടെ പറയട്ടെ, അടിസ്ഥാനപരമായിട്ടുള്ള ദൈവത്തിന്റെ പദ്ധതിയെപ്പെട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. ദൈവം ആരാണെന്നുള്ളതിനെ പറ്റിയുള്ള വലിയ കാഴ്ചപ്പാട്, അറിവുകൾ എല്ലാം തികഞ്ഞിട്ടല്ല, നമുക്ക് വേണ്ടിയതെല്ലാം ഉണ്ട്. ദൈവം കഴിഞ്ഞ് സാത്താൻ ആരാണ്, അതുപോലെ സ്പിരിച്വൽ റെലോ, പിന്നെ ഈവിൾ റെലോവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, പിന്നെ മനുഷ്യനെ ദൈവം എന്തിനു സൃഷ്ടിച്ചു, മനുഷ്യന്റെ ഹല്ലേലൂയ ആദിമ അവസ്ഥ തൊട്ട് അവസാനം വരെ എങ്ങനെയായിരിക്കും, പിന്നെ ഹല്ലേലൂയ ഭൂമിയെ പല കാര്യങ്ങളുടെ ദൈവത്തിന്റെ ജ്ഞാനത്തിലുള്ള പദ്ധതികളിൽ നമുക്ക് വെളിപ്പെട്ടതൊക്കെ നമ്മളത് മനസ്സിലാക്കുവാൻ ആവോടെ ശ്രമിക്കണം. ബൈബിൾ വായിച്ച് തന്നെ ഗ്രഹിക്കണം. പല നമ്മുടെ പെന്തക്കോസ് അനുഭവത്തിലുള്ള പലരും കൺവെൻഷനൊക്കെ പോകുമ്പോൾ എൻ്റെ കൂടെ ഇരിക്കും. ഞാൻ ആരും ശ്രദ്ധിക്കാറില്ല, പക്ഷെ പെട്ടെന്ന് കാണാറുണ്ട്. ബൈബിൾ റെഫറൻസ് പറയുമ്പോൾ പോലും ഈ 66 പുസ്തകങ്ങളെ അതിൻ്റെ മുഖ്യമായ ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു കാര്യമാണ് ഈ വേദപുസ്തകം നമ്മൾ പെട്ടെന്ന് റെഫറൻസ് എടുക്കുക എന്നുള്ളത്. അത് വളരെ അവർക്ക് പ്രയാസം കാണുന്നതും എടുക്കാൻ പറ്റാത്തതും ഹല്ലേലൂയ ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ 66 പുസ്തകങ്ങൾ കാണാതെ നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കത്തില്ല, പാട്ടുകളായിട്ടും ഒക്കെ. നമ്മൾ പ്രായമുള്ളവരും അത് പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഏത് റെഫറൻസും ചർച്ചിൽ സംസാരിക്കുമ്പോഴോ വല്ലൊന്നും അല്ലേ നമുക്ക് ഇതുപോലെ കേൾക്കുമ്പോഴോ പെട്ടെന്ന് എടുത്ത് അതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ആ അറിവ് കൂടുതലായിട്ട് ആ വചനത്തിൽ കൂടെ ഗ്രഹിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഞാൻ ഹല്ലേലൂയ ഡിസ്പെൻസേഷൻ ഓഫ് പ്രോമിസ് വരെ പറഞ്ഞു, വാഗ്ദത്ത യുഗം. പിന്നെ ന്യായപ്രമാണ യുഗം, അത് സീനായ കൽപ്പന മുതൽ യേശുവിന്റെ ക്രൂശീകരണം വരെയാണ്. അത് ഡിസ്പെൻസേഷൻ ഓഫ് ലോ. എക്സഡസ് 19:23 തൊട്ട് നമ്മൾ ആക്ട്സ് ഹല്ലേലൂയ 2 വരെ അല്ലെ 1 വരെ വായിക്കുമ്പോൾ നമുക്കത് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. ഇനി അടുത്തതാണ് ഹല്ലേലൂയ കൃപായുഗം. നമ്മളായിരിക്കുന്ന കൃപായുഗം ഹല്ലേലൂയ, അത് ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്. ആക്ട്സ് 2 തൊട്ട് റെവലേഷൻ 4:1 വരെയാണ്. അപ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി ഹല്ലേലൂയ നമ്മുടെ പുറയിലുള്ള ദൈവത്തിന്റെ പദ്ധതിയിലുണ്ടായിരുന്ന ഭൂമിയിലെ ഹല്ലേലൂയ അവരുടെ ഹല്ലേലൂയ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കണം. പക്ഷെ ഇവിടെയാണ് കൃപ മാത്രം, കൃപായുഗം. കൃപ കൊണ്ട്, പ്രവൃത്തി കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ മക്കളായിട്ട് അവകാശികളായി നിത്യജീവനിലേക്ക് കടക്കുവാനുള്ള അവകാശം ലഭിച്ച ഭാഗ്യമുള്ളവര് ഹല്ലേലൂയ നമ്മളാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ മറ്റത് കൽപ്പനകള്, ചട്ടങ്ങള്, പ്രമാണങ്ങള്, ഒത്തിരി ഹല്ലേലൂയ യാഗങ്ങളൊക്കെ ചെയ്താണ് പഴയ നിയമ ഭക്തന്മാരൊക്കെ വല്ലവിധേനയും ഹല്ലേലൂയ രക്ഷയെ ഉറപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പലപ്പോഴും അത് അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ നമ്മൾക്കോ കൃപയാൽ അത് ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടെ വേണം നമ്മൾ അതൊക്കെ അറിയുവാനും ഗ്രഹിക്കുവാനും. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മള് ഹല്ലേലൂയ സ്തോത്രം. ഈ കാര്യങ്ങളൊക്കെ ഹല്ലേലൂയ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ എനിക്ക് ചില കാര്യങ്ങൾ കൂടെ പറയുവാനായിട്ടൊരു ആലോചന വരുന്നുണ്ട്. അതായത് ഈ ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിന്റെ പദ്ധതി നമ്മൾ ഉള്ളവരായിരുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം വായിക്കണം. ഹല്ലേലൂയ. മനുഷ്യനെ ദൈവം ഉണ്ടാക്കുമ്പോഴേ ഇത് ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിന് ചില പദ്ധതികളോട് കൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, അവനെ അനുഗ്രഹിച്ചത്, സന്താന പുഷ്ടിയുള്ളവനാകുവാൻ അനുഗ്രഹിച്ചത്. അപ്പോൾ നമ്മളൊരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലോജിക്കലായിട്ട് മാത്രമല്ല, ഈ മെഡിക്കൽ സയൻസ് ഉള്ളവർക്ക് അറിയാം, ആദാമിൽ നാം ഉണ്ടായിരുന്നു. നിങ്ങൾ വിശ്വസിക്കാമോ?
നമ്മുടെ പേരൻസ് ആണ് ഈ ഭൂമിയിൽ നമ്മളെ ജനിപ്പിക്കുന്നത്. അതെ, നമ്മൾക്ക് പേരൻസ് ആയിട്ട് നമ്മൾ കാണും. പക്ഷേ സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സ്വന്തം രൂപത്തിൽ ഹല്ലേലൂയ എല്ലാം സൃഷ്ടിച്ച് തൻ്റെ ആത്മാവിനെ ഊതി ഹല്ലേലൂയ പ്രിയമുള്ളവരെ ജീവനുള്ള ദേഹിയാക്കുമ്പോൾ ആദാമിൽ തന്നെ നാം ഉണ്ടായിരുന്നു. ലോക സൃഷ്ടിക്ക് മുമ്പേ നമുക്ക് അതിനാ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മൾ ദൈവത്തിന്റെ പദ്ധതി ഉള്ളവരായിരുന്നു. വിശ്വസിക്കണം. എന്നാൽ കാലഘട്ടങ്ങൾ ഇപ്പൊ പറഞ്ഞില്ല, പല കാലഘട്ടങ്ങൾ കഴിഞ്ഞ് കൃപായുഗമായി 2000 വർഷം. ഹല്ലേലൂയ. ഈ സമയത്ത് നമ്മൾ ഒരു ഹല്ലേലൂയ പ്രത്യേക സമയത്ത് ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഹല്ലേലൂയ ആദമിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതിനെപ്പറ്റി വിശ്വസിക്കണമെങ്കിൽ ഹല്ലേലൂയ ഈ മെഡിക്കൽ സയൻസ് പ്രകാരം പറയുന്നത്, എൻ്റെ മാതാവ് ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ഭ്രൂണമായിട്ട് ഒരു എഗ്ഗായിട്ട് എൻ്റെ ഗ്രാൻഡ് മദറിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഗ്രാൻഡ് മദറിൽ നിന്ന് മദറിലേക്ക് വന്ന് മെഡിക്കൽ സയൻസ് അറിയാവുന്നവർക്കറിയാം. ഞാൻ എൻ്റെ ചില ഇത് വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ഇങ്ങനെ നമ്മൾ സയൻസ് വേറെ മാറ്റി വെക്കല്ലേ. ഈ ബൈബിൾ എന്ന് പറയുന്നത് ഹല്ലേലൂയ ജസ്റ്റ് നമുക്കൊരു ആത്മീയ ജീവിതം നയിച്ചങ്ങ് പോകാനുള്ളതല്ല. ഈ ലോകത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്, ഇപ്പോൾ വെളിപ്പെടുന്ന എല്ലാ സയൻസും ഇതിനകത്തുണ്ട്. ഇതിനാ അവർ കണ്ടുപിടിക്കുന്നത്. സയന്റിസ്റ്റുകളൊക്കെ പലരും വചനത്തിന് വേദപുസ്തകത്തിൽ നിന്നാണ് ചില മർമ്മങ്ങൾ കണ്ടുപിടിക്കുന്നത്. അത് ദൈവദാസന്മാർ, നല്ല പ്രായോഗികമായി ഇതിനെപ്പറ്റി അറിയാവുന്ന ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകൾ നാം അനുഭവിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എപ്പോഴും ഓർക്കണം, ഞാൻ ഇന്നലെ എൻ്റെ ബർത്ത് ഡേറ്റോ ബർത്ത് ഇയറോ വെച്ച് ചിന്തിക്കണം. ഞാൻ എൻ്റെ പിതാക്കളിൽ കൂടെ ജനിച്ചതേ ഉള്ളൂ, പക്ഷെ ദൈവം എന്നെ ആദാമിലേക്ക് കണ്ടിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അത്രയൊക്കെ നല്ല ആഴമേറിയ വിശ്വാസത്തിൽ വരണം. അതുപോലെ നമുക്കൊരു വിശ്വാസം വേണം. നമ്മൾ ഈ ജഡത്തിൽ ഇപ്പൊ ഇവിടെ കാണുന്നു, നമ്മുടെ സമയമാകുമ്പോൾ നമ്മൾ മരിക്കും. കർത്താവിന്റെ വരവിൽ നമ്മൾ ഒരുക്കപ്പെട്ടു പോകണം. അത് കാര്യം തന്നെ. മരിക്കുമ്പോൾ നമ്മുടെ ജഡത്തെ ഇവിടെ ഹല്ലേലൂയ അവിടെ കുഴിച്ചിടും. അപ്പോൾ ഈ നമ്മുടെ മണ്ണിൽ നിന്നെടുത്ത ശരീരം മണ്ണോട് ചേരും. പിന്നെ നമ്മുടെ ദേഹി അത് റെസ്റ്റ് ചെയ്യിപ്പിക്കും ദൈവം. എന്തിന്? ന്യായവിധിക്ക് വേണ്ടി. നമ്മുടെ ആത്മാവും ദേഹവും കണ്ട് ദൈവത്താൽ തേജസ്കരിക്കപ്പെട്ട അനുഭവത്തിലാകുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്ന അനുഭവത്തിൽ നമ്മുടെ പ്രിയനെ മുഖാമുഖം കണ്ട് ആരാധിക്കും. അതിനുവേണ്ടി നമ്മൾ പറയുന്നു, ഞങ്ങൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഐ ആം എ സ്പിരിറ്റ്. നമ്മളത് എപ്പോഴും ഉണ്ടായിരിക്കും. ഞാനൊരു ആത്മാവ്, ദൈവത്തിനുള്ള ആത്മാവ്. ഐ ഹാവ് എ സോൾ, ഐ ലിവ് ഇൻ എ ബോഡി. ഹല്ലേലൂയ. എപ്പോഴും അത് ഓർത്തോണം. വെറും ഒരു സാധാരണ മനുഷ്യൻ ജനിച്ചു മരിച്ചു പോയി ഹല്ലേലൂയ അങ്ങനെ ഒരു ചിന്തയൊന്നും നമുക്ക് ഉണ്ടാകരുത്. നമ്മൾ ലോക സ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മൾ ആദാമിൽ ഉണ്ടായിരുന്നു. കാലഘട്ടമായപ്പോൾ നമുക്ക് ദൈവം എവിടെ ജനിക്കണമെന്ന് നിയമിച്ച് അവിടെ നമ്മളെ ജനിപ്പിച്ചു. അതുമൂലം കുടന്ന കൃപായുഗത്തിൽ ജനിച്ച നാം യേശുക്രിസ്തുവിനാൽ പൂർണ്ണ രക്ഷ പ്രാപിച്ച് ഹല്ലേലൂയ വിശ്വാസികളും വിശുദ്ധന്മാരുമായിട്ട് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരായി കാണപ്പെട്ട നമ്മൾ ഇന്ന് ഈ ആലോചനകളും വചനങ്ങളും ഗ്രഹിക്കുവാൻ കുറച്ചുകൂടെ വിശുദ്ധിയിൽ ജീവിക്കാൻ കർത്താവ് കൃപ ചെയ്തു. പക്ഷെ നാം ആരാണ്? ഐ ആം എ സ്പിരിറ്റ്, ഐ ഹാവ് എ സോൾ, ഐ ലിവ് ഇൻ എ ബോഡി. ഹല്ലേലൂയ. ഈ താൽക്കാലികമായി ഭൗമ്യ കൂടാരം ഹല്ലേലൂയ ഇത് പൊളിഞ്ഞു പോവും, ഇത് അഴിഞ്ഞു പോവും. ഇത് നശിച്ചാലും ആത്മാവ് തന്ന ദൈവത്തിലേക്ക് മടങ്ങി പോകണം. അതാണ് നിത്യജീവിതത്തിലേക്ക് പോകാൻ നമുക്ക് തന്നിരിക്കുന്ന വലിയ പ്രാഗൽഭ്യമുള്ള ക്രിസ്ത്യ ജീവിതം. അതിനെപ്പറ്റി മാർക്കരുത്. സീരിയസ് ആയിട്ട് ക്രിസ്ത്യ ജീവിതത്തെ നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിനെ പറ്റി ചിന്തിക്കണം. നമ്മുടെ ഇല്ലായ്മ വല്ലായ്മകളോ രോഗമോ ദുഃഖമോ ഭാരമോ പ്രയാസമോ കുടുംബജീവിതത്തിന്റെ പ്രശ്നങ്ങളോ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളോ മാത്രം നോക്കി ജീവിക്കരുത്. യഥാർത്ഥമായ ഒരു ദൈവം ഇതെല്ലാം ഈ ഭൂമിയിൽ ഹല്ലേലൂയ ജനിച്ച് മരിക്കുമ്പോഴും അത് വലിയ വിശുദ്ധന്മാരുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളുണ്ട്. ഇനി പോട്ടെ, നമ്മൾ പറയും കുബേരന്മാർക്കും കുചേലന്മാർക്കും ഈ ജീവിതത്തിന്റെ ഈ ഘട്ടത്തിൽ കൂടെ പോയേ പറ്റുകയുള്ളൂ. ആർക്കും ഇതിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറുവാൻ പറ്റുകയില്ല. രോഗങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു വശത്തുണ്ട്. ഒരു വശത്ത് നമ്മൾ ഓർത്തോണം, ഈ കൃപായുഗത്തില് ജനിച്ച നാം എല്ലാവരും ദൈവത്തിന്റെ ശ്രേഷ്ഠമേറിയ അനുഗ്രഹത്താൽ കൃപയാലുള്ള ആത്മീയ അനുഭവങ്ങൾ പ്രാപിച്ച് ഹല്ലേലൂയ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളാണ് നമ്മൾ എപ്പോഴും വരേണ്ടത്. എന്നെ ഈ കഷ്ടതയിലും ജീവിപ്പിക്കും. പ്രതികൂലങ്ങൾ എൻ്റെ ദൈവം എന്നോട് കൂടെ അനുകൂലമായിരിക്കും. ഹല്ലേലൂയ. എന്നെ ഒരിക്കലും അനാഥനായിട്ട് എന്നെ വിടുകയില്ല. ലോകാവസാനത്തോളം എൻ്റെ ദൈവം എന്നോട് കൂടെ ആയിരിക്കും. ഇതാണ് തിരുവചനങ്ങൾ കാണാതെ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, ഞാൻ കഴിഞ്ഞ തവണ അത് സൂചിപ്പിച്ചു, വരുന്ന ഏത് സമയത്തും വചനം പറഞ്ഞ് നമ്മൾ ബലപ്പെട്ടോണം. വചനം പ്രോഫിറ്റിക്കായിട്ട് നമ്മൾ ഇന്ന് വരണം. ഹല്ലേലൂയ. വചനം കൊണ്ട് സാത്താനെ നമ്മൾ വെട്ടണം. ഹല്ലേലൂയ. അതിനു വേണ്ടി ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസത്തിന്റെ ധൈര്യം നമ്മളിൽ ഉണ്ടായിരിക്കണം. വിശ്വാസത്തിന്റെ ആഴങ്ങളിൽ നമ്മൾ ഉണ്ടായിരിക്കണം. ദൈവം നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ ചുമ്മാതെ മക്കളെ പ്രസവിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വീടൊക്കെ വെച്ച് കാറൊക്കെ വാങ്ങിച്ച് ആ പള്ളിയിലൊക്കെ ഒന്ന് പോയി അവസാനം മരിച്ച് അടക്കപ്പെട്ട അതിനല്ല. നമ്മളെ അവന്റെ അടുക്കൽ മടങ്ങി ചെല്ലുവോളും അവന്റെ വൻ കൃപയാൽ ജീവനും ഭക്തിക്കും ആവശ്യമായ
ആവശ്യമായതൊക്കെയും തന്ന് ജീവനും ശ്വാസവും നമ്മളെ വഴി നടത്തുന്ന ഇത്ര ആഴമേറിയ സ്നേഹമുള്ള നമ്മുടെ ദൈവം, നമ്മുടെ യേശുപ്പച്ചനെ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഹാലേലുയ നല്ലപോലെ സ്നേഹത്തോടെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ഓരോ ദിവസവും യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വസിപ്പാൻ നല്ല ആത്മീയ ഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കണം. തിരുവചനത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിൽ സൺഡേ സ്കൂൾ ചെല്ലുമ്പോഴും എവിടെങ്കിലും ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് പരീക്ഷ എഴുതിയും ജയിച്ചും പറയാനുള്ള വാക്യങ്ങളല്ല, ഇത് നമ്മളെ ജീവിപ്പിക്കുന്ന. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ മുടയും പറഞ്ഞ പോലെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വാളിന് വരുന്ന സകല വചനം കൊണ്ടോ ജീവിക്കുന്നത്. ഹാലേലുയ വചനം പറഞ്ഞു പറഞ്ഞു ബലപ്പെടണം. വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തണം. പിശാച് അത് കേട്ടത് ഹാലേലുയ അവൻ വിറയ്ക്കണം. ഹാലേലുയ വചനം ദൈവമാണല്ലോ. ഹാലേലുയ സ്തോത്രം. ഇനി ഞാൻ പറഞ്ഞല്ലോ, പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിലോട്ട് വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാൻ പറയട്ടെ നിങ്ങളോട്, നോയിങ് ഗോഡ് ഗിവ്സ് മീനിങ് ടു ലൈഫ്. നമ്മുടെ ദൈവത്തെ അറിയുന്നത് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുളവാക്കുക. ദൈവമില്ലാതെ ആത്മാവിന്റെ ഹാലലു നടത്തിപ്പ് നമ്മളില്ലെങ്കിൽ ശേഷം മൃഗങ്ങളും ഹാലലിയ മറ്റ് സൃഷ്ടിപ്പ് പോലെ ആയിപ്പോവും. ഹാലലിയ അവരും ദൈവത്തിന്റെ ഇഷ്ടം പോലെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ആയി തീരുന്നുണ്ട്. അവരുടെ കാലഘട്ടം കഴിയുമ്പോൾ തീർന്നു. ഹാലലിയ നമുക്ക് അങ്ങനല്ല. നോയിങ് ഗോഡ് ഗിവ്സ് മീനിങ് ടു ലൈഫ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുമ്പോൾ ഹാലലിയ വലിയ ഹാലലിയ സന്തോഷമായിരിക്കും. നമുക്ക് അതിനൊരു അർത്ഥമുണ്ട്. ആൻഡ് obeying God gives purpose to life. Amen. ഈ ദൈവത്തെ, ഈ നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ഹാലേലുയ താവേ നമ്മളെ ഹാലേലുയ കരുതുന്ന, നമ്മളെ അനുദിനം ഹാലേലുയ പെറ്റമ്മക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന ഹാലേലുയ സ്തോത്രം ആ ദൈവത്തെ നമ്മൾ അറിയുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ അതെ, ആൻഡ് obeying God gives purpose to life. ഈ ദൈവത്തെ ഹാലലുയ ഞാൻ ഒബേ ചെയ്യുന്നു. ഒബേ ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്. ഹാലലുയ അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഹാലലുയ സ്തോത്രം. അതുകൊണ്ട് വചനപ്രകാരമുള്ള ഒബീഡിയൻസ്, അനുസരണം എന്നത് ദൈവരാജ്യത്തെ ഒരു ശിശുവിനെ പോലെ അന്വേഷിക്കുന്ന പോലെ ആയിരിക്കണം. ഹാലലുയ യേശു കർത്താവ് ശിശുക്കളെ അടുക്കൽ വിളിച്ച് അവരെ പോലെ നാം ആകണമെന്ന് പറഞ്ഞില്ലേ? മത്തായിയുടെ സുവിശേഷം 19:13 തൊട്ട്. ഹാലലുയ നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ശിശുക്കളെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമോ? ബുദ്ധിയിൽ ശിശുക്കളെ പോലെ ആകരുത്. ഹാലലുയ ബുദ്ധിയിൽ ശിശുക്കളെ പോലെ ആയി ഇവിടെ ജീവിക്കാൻ പറ്റിയില്ല. ഹാലലുയ എന്നാൽ ആത്മാവിൽ ഹാലലുയ നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഹാലലുയ നമ്മൾ ശിശുക്കളെ പോലെ ദൈവവചനത്തെ അനുസരിക്കണം, പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടണം. ഹാലലുയ അതുകൊണ്ട് പ്രിയമുള്ളവരെ ശ്രദ്ധയോടെ കേൾക്കുക, വിശ്വസിക്കുക, ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യണം. നമ്മളെ പൂർണ്ണ സമർപ്പണം ഉണ്ടായിരിക്കണം. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിക്കുവാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ വചനത്തെ അനുസരിക്കണം. ഓരോ വചനങ്ങളെ അനുസരിക്കും തോറും നമ്മൾ ദൈവത്തിൽ ഹാലലുയ വിശുദ്ധിയിൽ മുന്നേറിയാണ്, ദൈവത്തോട് ചേർന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ തലയോളം വളരണമെന്ന് നമ്മളോട് പറയത്തില്ലേ? ഹാലലുയ കേട്ട് 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 വചനം ശരിയാണെന്നും വചനം സത്യമാണെന്നും വേർപാട് വിശുദ്ധമാണെന്നും ആരാധന കറക്റ്റ് ആണെന്നും നിത്യജീവനുണ്ടെന്നും പറഞ്ഞ് വിശ്വസിച്ചാൽ പോരാ. അത് അനുസരിച്ച് ഹാലലുയ നമ്മൾ സമർപ്പണത്തോടെ മുന്നേറുമ്പോൾ ഹാലേലുയ നമ്മൾ കർത്താവിൽ വളർന്നുകൊണ്ടേയിരിക്കും. ക്രിസ്തുവിന്റെ തലയോളം നമുക്ക് വളരുവാൻ കഴിയും. റോമാലേഖനം 5:12 പറയുന്നു, നിത്യ മരണത്തിൽ നിന്ന് നമ്മെ രക്ഷിപ്പാനായി വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവുള്ള വിശ്വാസത്തോടെ ഇത്രയും സ്നേഹിച്ച് യേശുവിന്റെ രക്ഷ പ്രാപിച്ച് പുത്രത്വത്തിന് അർഹരാകുവാനാണ് പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനം 5:12. അത് അങ്ങനെ വരുന്നവർക്ക് നിത്യജീവൻ അവകാശമാകും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഭൂമിയിൽ ജനിച്ചു, ദൈവത്തിന്റെ കോളിംഗ് ആൻഡ് പർപ്പസിലേക്ക് ഹാലലിയ നമ്മൾ ദൈവവചനത്തെയും മനസ്സിലാക്കി ദൈവത്തിന്റെ ഇഷ്ടത്തെ മനസ്സിലാക്കി കടന്നു വരുന്നു. അങ്ങനെ വരുന്ന നമ്മൾ ഹാലലു ഇവിടെ കർത്താവിന്റെ വേല മാത്രം ചെയ്തും ദൈവ ഇഷ്ടം ചെയ്തും പൂരിപ്പിക്കുന്നില്ല. നമ്മൾ ഹാലലു ഒരു ദിവസം നമ്മുടെ കർത്താവിന്റെ അടുക്ക തന്നെ നിത്യജീവനിലേക്ക് ചേരുവാൻ, യേശുവിന്റെ മുഖം കണ്ട് ആരാധിക്കുവാനായിട്ട് നമുക്കിടയാകും. ഇനി ഇവിടെ എൻ്റെ സാക്ഷ്യം, ഞാൻ എങ്ങനെയാണ് ആത്മീയ ജീവിതത്തിൽ ഹാലേലുയ ഈ രക്ഷയിലേക്ക് വരുന്നതും പിന്നെ എങ്ങനെ മുന്നോട്ട് വന്നതും ദൈവം എൻ്റെ ജീവിതത്തെ ഇതുവരെ കൊണ്ടുവന്നത്, ഈ പ്രായം വരെ കൊണ്ടുവന്ന് ദൈവത്തിന്റെ കോളിംഗ് ആൻഡ് പർപ്പസിലേക്ക് കൊണ്ടുവന്നതും പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഹാലേലുയ സ്തോത്രം. ആമേൻ. ഹാലേലുയ സ്തോത്രം. താങ്ക് യു ജീസസ്. സ്തോത്രം. എൻ്റെ ഒരു സാക്ഷ്യം പറഞ്ഞാൽ, എൻ്റെ കൊച്ചു പ്രായത്തിൽ 7 വയസ്സിൽ യേശുപ്പച്ചനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, പാപത്തിന്റെ പരിജ്ഞാനമില്ലായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ചെറിയ പ്രായത്തിൽ കുട്ടികൾ യേശുപ്പച്ചനെ സ്നേഹമുണ്ട്, യേശുവിനെ രക്ഷിതാവായിട്ട് വേണം, അങ്ങനെയൊക്കെ പറഞ്ഞ് സ്വീകരിക്കുന്ന ഒരു അനുഭവം വീട്ടിൽ കിട്ടി. എന്നാൽ VBS അറ്റൻഡ് ചെയ്യുമ്പോൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് വീണ്ടും സ്വീകരിച്ചു. അപ്പോൾ ഓർക്കണേ, അന്നേരം രക്ഷിക്കപ്പെടുമ്പോഴും പാപശാപ രോഗങ്ങളെ വഹിച്ച യേശു ക്രിസ്തുവിലുള്ള പൂർണ്ണ രക്ഷയെപ്പറ്റി എനിക്ക് അറിവില്ലായിരുന്നു.
ഹല്ലേലൂയ. അത് 10, 13, 14 വയസ്സിലൊക്കെ, അന്നേരം അറിവില്ല. എന്നാൽ ഇവാഞ്ചലിക്കൽ യൂണിയൻ കോളേജിലൊക്കെ USI എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ദൈവമക്കളൊക്കെ ഒന്നിച്ചു കൂടി ആ USന്റെ ഒരു ക്യാമ്പ് മുളക്കുഴ ചർച്ച് ഓഫ് ഗോഡിൽ നടന്നു. എൻ്റെ 17ാമത്തെ വയസ്സിൽ ഞാനത് അറ്റൻഡ് ചെയ്തു. എൻ്റെ വീടിൻ്റെ മുകളിലാണ്, മുകളിലെ റോഡിൻ്റെ മെയിൻ റോഡിൻ്റെ മുകളിലാണ് ചർച്ച് ഓഫ് ഗോഡ്. ഞങ്ങളുടെ വീടൊക്കെ താഴെയായിട്ട് വരും. അന്ന് ആ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനകത്തുള്ളവരൊക്കെ ഹല്ലേലൂയ വളരെ എഡ്യൂക്കേറ്റ്സ് ആണ്. ഹല്ലേലൂയ, ഡോക്ടേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, പ്രൊഫസേഴ്സ് ഉണ്ട്, അവരുടെ കൂടെയുള്ള ആത്മീയ സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും അവർ കണ്ണുനീരോട് യേശു കർത്താവിൻ്റെ സന്നിധിയിൽ വിനയപ്പെടുകയും താഴുകയും ചെയ്യുമ്പോൾ ഗിദെയോനെ പറ്റി ഒരു മെസ്സേജാണ് അന്ന് കൊടുത്തത്, എൻ്റെ 17ാമത്തെ വയസ്സിൽ. ആ ഗിദെയോന്റെ മെസ്സേജിൽ കൂടെ എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വലിയൊരു പരിവർത്തനം ഉണ്ടാകുകയും ഞാൻ പാപിയാണെന്ന് എനിക്ക് ബോധ്യം വരികയും ചെയ്തു. പ്രിയമുള്ളവരെ, ഒരു പെന്തിക്കോസ്ത് ജനിച്ച അടുത്ത തലമുറയിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളിൽ വലിയ ആഴമേറിയ പാപബോധ്യം ഉണ്ടാകുന്നില്ല. യേശുക്രിസ്തുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിന് തടസ്സമായി പോകും. അവർ ജനിച്ചു വളർന്ന എല്ലാ ഉപദേശങ്ങള്, നല്ല ആരാധനകള്, നല്ല വിശുദ്ധന്മാര്, ദൈവദാസന്മാർ വീട്ടിൽ വരുന്നു, ഉപസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ചർച്ചയിൽ പോകുന്നു, ഇങ്ങനെ ഒരു ക്രമത്തിൽ വരും. പക്ഷെ അവർ വ്യക്തിപരമായിട്ട് യേശുക്രിസ്തുമായുള്ള ബന്ധത്തിലേക്ക് വരുവാൻ നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനായിട്ട് അവരെ ഗൈഡ് ചെയ്യുകയും ചെയ്യണം. VBS വിടുമ്പോഴും സൺഡേ സ്കൂളിൽ വിടുമ്പോഴും ഒക്കെ ഈ പറഞ്ഞ പോലെ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ യേശുവിനെ സ്വന്തം രക്ഷിതാവായൊക്കെ സ്വീകരിക്കും. പക്ഷെ ആഴമേറിയ അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ബന്ധത്തിൽ അവർക്ക് എന്നേക്കുമായിട്ട് കർത്താവിനോട് ചേർന്ന് വസിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഞങ്ങളുടെ വീട്ടിലെ ഒരു ശിക്ഷണ നടപടി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഏത് തെറ്റും ചെയ്താലും സാധാരണ അമ്മമാരൊക്കെയും പെമ്മക്കൾക്ക് കുറച്ച് ഒരു ആനുകൂല്യമൊക്കെ കൊടുക്കും. എന്നാൽ എൻ്റെ വീട്ടിൽ അങ്ങനെയില്ല. ആണോ പെണ്ണോ എന്നല്ല, ഏത് തെറ്റ് ചെയ്താലും, തെറ്റ് പറഞ്ഞാലും കള്ളം പറഞ്ഞാലും അതിന് ശിക്ഷയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ മമ്മിയുടെ ശിക്ഷ എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ മാതാവിൻ്റെ ശിക്ഷ ടീച്ചറായിരുന്നുകൊണ്ട് ഒരു വടിയും കൊണ്ടുവരും. ഭയഭക്തിയോടെ, ആത്മീയ എന്നല്ല, ഭയഭക്തി. മമ്മിയുടെ ജീവിതം ഒരു ഭക്തിയുള്ള ഒരു അമ്മയായിരുന്നു. ഭയഭക്തിയോടുകൂടി ഹല്ലേലൂയ ഞങ്ങളെ തർജ്ജനം ചെയ്യും. എങ്ങനെ? ഹല്ലേലൂയ, പ്രോവർബ്സ് എന്നൊക്കെയാണ്, തിരുവചനത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച്. നമ്മൾ അനുസരിക്കുന്ന ഹല്ലേലൂയ, യാഗത്തെ കാൾ ശ്രദ്ധിക്കുന്ന മുട്ടാടുകളുടെ കൊഴുപ്പിനേക്കാളും നല്ലതാവുന്നു. പിന്നെ കുട്ടികളെ വഴക്കുണ്ടാക്കി അവരെ വേല വെക്കണമെങ്കിൽ, ഞാൻ അവനോട് ചെയ്ത പോലെ അവൻ എന്നോട് ചെയ്ത പോലെ ഞാൻ അവനോട് ചെയ്യുമെന്ന് എൻ്റെ ഹൃദയത്തിൽ പകരുത്. അതുപോലെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞങ്ങൾ ചില കുട്ടികളെല്ലാം കൂടി ഞങ്ങൾ വീട്ടിൽ എന്തെങ്കിലും അവർക്ക് വേണ്ടി ഒരു എതിര് ചെയ്യണമെന്ന് ചെറിയ പ്രായത്തിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചിന്തിക്കും. മമ്മി പറയാം, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക, എന്നാൽ നീ അവൻ്റെ മേൽ തീക്കനൽ കുന്നിക്കുകയും യഹോവ നിനക്ക് പ്രതിഫലം. ഇങ്ങനെ ഈ വചനം കൊണ്ടുള്ളൊരു അടിയും കൂടെ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭക്തിയും ഭയവും ഉണ്ടായിരുന്നു വചനത്തോട്. കാരണം മമ്മി ഭക്തിയോടെ തമാശില്ല, അവിടെ ചിരിക്കത്തില്ല, സാരമില്ലെന്ന് പറയത്തില്ല. അങ്ങനെയുള്ള ഞങ്ങളുടെ പ്രായത്തിലുള്ള ശിക്ഷണമാണ് എൻ്റെ ജീവിതത്തിൽ ഭയഭക്തി ഉണ്ടാകാനിടയായത്. എങ്ങനെ? തിരുവചനത്തോട് മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ ഏരിയയോടും. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ പോലും ഹല്ലേലൂയ നമ്മൾക്ക് വേണ്ടാന്ന് പറയാനോ കളയാനോ ഒന്നും അവിടെ അനുവാദമില്ല. അന്നേരം വന്ന് ഭക്ഷണമില്ലാത്ത രാജ്യത്തെ, ആഫ്രിക്കയിലെ രാജ്യത്തെ ചില കാര്യങ്ങളും കഥകളും പറയും. അതും വളരെ എങ്ങനെ പറഞ്ഞേ, ഈ കണ്ണുനീരോടെ അല്ലെങ്കിൽ ഹല്ലേലൂയ മനോവ്യസനത്തോടെ വേദനയോടെ പറയും. അത് ഞങ്ങളുടെ ഹൃദയത്തിൽ ഇന്നും ഉണ്ട്. ഇന്നും ഭക്ഷണം പാകം ചെയ്താൽ ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ചെറുതെന്ന് നമ്മൾ തോന്നുപോലും ക്ലിയർ ആക്കിയാൽ നമുക്ക് വളരെ ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ കിട്ടും. ഹല്ലേലൂയ ഹൃദയത്തിന് പ്രാഗൽഭ്യം വരും. ഭക്ഷണം ഉണ്ടാക്കിയ ഉടനെ തന്നെ ഫാനിട്ട് അത് ഹല്ലേലൂയ തണുപ്പിച്ചിട്ട്, ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, ഹല്ലേലൂയ കഴിക്കേണ്ട ഭാഗം മാത്രം എടുത്തു വെച്ച് ബാക്കി ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക. ഒന്നും ചീത്തയായി കളയാനോ വെളിയിൽ വെച്ച് അത് വയറിന് പ്രയാസമായി തീർന്ന് കഴിക്കാനോ ആർക്കും ഞാൻ കൊടുക്കുകയില്ല. അതുപോലെ വേണ്ടാത്ത ഭക്ഷണം ഉണ്ടാക്കുക, അത് കളയുക. ഹല്ലേലൂയ ഇങ്ങനെയുള്ളതൊന്നും ഇപ്പോഴും എനിക്ക് ചോറ് കഴിക്കുമ്പോൾ പോലും ഒരു ചോറ് താഴെ പോയാലും എനിക്ക് ആ ഭയനിർദ്ദേശമാണ്. ഹല്ലേലൂയ. അപ്പോൾ ചെറിയ പ്രായത്തിൽ ഭയനിർദ്ദേശങ്ങൾ വചനപ്രകാരവും മാതാപിതാക്കളും കൊടുത്ത ജീവിതങ്ങൾ അവർ വളരുമ്പോൾ നമ്മുടെ കൂട്ടൊക്കെ ഇപ്പം എന്നെ കേൾക്കുന്ന പലരും ഈ ഒരു അനുഭവത്തിലുള്ളവരാണ്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല. അവർക്ക് ഇഷ്ടമുള്ളത് എത്രയും നമുക്ക് ലഭിക്കാത്ത കാലഘട്ടങ്ങളിലെ കഷ്ടതയൊക്കെ ഓർത്ത് അവർക്ക് വേണ്ടി നമ്മൾ ഒത്തിരി ജീവിക്കും, അവരെ പ്രസാദിപ്പിച്ച് അവരുടെ ഇഷ്ടത്തിന്. അതെല്ലാം ഒരു പ്രായം കഴിയുമ്പോൾ അവരിതെല്ലാം മറക്കും.
അതിനൊന്നും പ്രാധാന്യമില്ലാതാകും. പക്ഷേ നമ്മുടെ വേണ്ട വിധത്തിൽ ആ സമയത്ത് നമ്മൾ ഭയനിർദ്ദേശങ്ങൾ കൊടുക്കാഞ്ഞ മൂലം അവരുടെ ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇനിയെങ്കിലും ഈ വചനമൊക്കെ കേൾക്കുന്ന ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾക്കൊക്കെ അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ തിരുവചനത്തോടു കൂടി സംസാരിക്കാനും പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കണം. കുടുംബ പ്രാർത്ഥനയിലേക്ക് കടന്നു വന്ന് അങ്ങനെ ഇരിക്കാൻ പഠിപ്പിക്കണം. ഇത് ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് പറ്റിയില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ചെറിയ പ്രായത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അതിനെല്ലാം ഞങ്ങളുടെ വീട്ടിൽ കൃത്യം മർത്തമക്കാരാണെന്ന് നോക്കണം, കൃത്യം കുടുംബ പ്രാർത്ഥന കാണും. അത് പ്രഭാതത്തിൽ എണ്ണീറ്റ് വന്ന് ഇരുന്നില്ല എങ്കിൽ പപ്പ ഒരു നോട്ടം നോക്കിയാൽ മതി. ഞങ്ങൾ പേടിക്കും. ആ ഒരു ഭയം ഞങ്ങളിലുണ്ട്, ആ ഒരു ഭയം, മാതാവിൽ കൂടെയുള്ള ഭയം. അങ്ങനെ പിന്നെ കൂടുതൽ ശിക്ഷ തെറ്റുകൾ വീണ്ടും ആവർത്തിച്ചാൽ മമ്മി പപ്പായെ അറിയിക്കും. പപ്പ പെണ്ണോ ആണോ വ്യത്യാസമില്ല, പപ്പായുടെ ശിക്ഷകൾ വലിയ ഉപദ്രവമൊന്നും അല്ലെങ്കിലും അതൊരു ഭയമാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അയൽവക്കക്കാർക്ക് പോലും അതറിയാം. എൻ്റെ വീടിൻ്റെ മുകളിൽ താമസിച്ചിരുന്ന നമ്മുടെ കുക്ക് സാഹിബ് കഴിഞ്ഞാൽ ഉള്ള TMRES അപ്പച്ചൻ്റെ വീടാണ്. താഴെ എൻ്റെ ഏറ്റവും അടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണ്, അതായത് ബ്രദറുകാരായിരുന്ന പുതുക്കേറിലെ ലൂസുകുട്ടിയൊക്കെയുള്ള കുടുംബമാണ്. അപ്പോൾ ഈ 2 ഭവനത്തിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ മർത്തോമക്കാരായ ഞങ്ങൾ താമസിക്കും. എല്ലാവരും ഒന്നിച്ചാണ് ഞങ്ങൾ കൺവെൻഷനുകളൊക്കെയും ചർച്ചക്കൂടി പോവുകയും വരികയും BBS പല കാര്യങ്ങൾക്ക് പോകുന്നത്. അവർക്കറിയാം ഞങ്ങളുടെ വീട്ടിലെ ശിക്ഷണത്തെ പറ്റിയും പ്രഭാതത്തിൽ ഉള്ള 5 മണിക്കുള്ള കുടുംബ പ്രാർത്ഥന, അതിനെപ്പറ്റി അവർ സംസാരിക്കാറുണ്ടായിരുന്നു. താഴത്തിലെ കൊച്ചുമ്മയൊക്കെ സംസാരിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, അത്ര ഈ ചോദിച്ച വലിയ ആത്മീയരാന്നോ ഭക്തരാന്നോ അല്ല ഞാൻ പറയുന്നത്. അതില്ലാതെ കുടുംബ പ്രാർത്ഥനകളില്ല എങ്കിൽ അതിനെ ക്രമമായിട്ട് ഞങ്ങൾ അറ്റൻഡ് ചെയ്യില്ല, അല്ലെങ്കിൽ ആ ടൈം വരുന്നില്ലെങ്കിൽ അത് പിന്നെ ഞങ്ങൾക്കത് പറയാൻ വയ്യാത്തൊരു അവസരങ്ങളൊക്കെയാണ്. പപ്പായെ ഞങ്ങൾക്ക് ഭയങ്കര ഭയങ്കരമാണ് രാത്രിയും രാവിലെ. അപ്പം ഞാൻ ഇതിടയ്ക്ക് പറയുന്നത് എന്നാന്ന് വെച്ചാൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഓരോന്നും നമ്മൾക്ക് ലഭിക്കാത്തതും നമ്മുടെ കുഞ്ഞുങ്ങളെ ചിലരെ പഠിപ്പിക്കുവാൻ നമുക്ക് കഴിയാഞ്ഞതോ ഓർത്ത് നമ്മൾ ഭാരപ്പെടുന്നുണ്ട്. അതിനെല്ലാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് നമ്മുടെ കുറവുള്ള ദൈവസേനയിൽ കാര്യം ഏൽപ്പിക്കുമ്പോൾ കർത്താവ് കൃപ ചെയ്ത് അവരെ യഥാസ്ഥാനപ്പെടുത്തും. നമ്മളെക്കാൾ അനുഗ്രഹിക്കും ാക്കും. ഒരു കാലഘട്ടങ്ങളിൽ കൊണ്ട് നമ്മുടെ തലമുറകളൊക്കെ കടന്നുപോയാലും, അത് പ്രതികൂലത്തിൽ കൂടെയോ പൈശാചിക ശക്തിയിലോ ഒക്കെ കടന്നുപോയാലും ദൈവത്തിന്റെ നീതി അവരുടെ മേൽ ഒരു ദിവസം വരും. അതിന് തക്കവണ്ണം നമ്മളെ തന്നെ ശുദ്ധീകരിക്കുകയും വചനത്തിൽ വിശ്വസിക്കുകയും വചനത്തെ ഏറ്റെടുക്കുകയും വചനത്തെ കൺഫസ് ചെയ്യുകയും വചനത്താൽ ദൈവത്തോട് അടുത്ത് ജീവിക്കുകയും ചെയ്യുമ്പോൾ പൈശാചിക ശക്തികളെല്ലാം തോറ്റുപോകും. ദൈവത്തിന്റെ കൃപ അവിടെ വ്യാപരിക്കും. ഇതൊക്കെ ഇടയ്ക്ക് ഞാൻ പറയുന്നത് ശിക്ഷണ നടപടി തൊട്ട എൻ്റെ ആത്മീയജീവിതത്തിന്റെ അനുഭവങ്ങൾ പറയുകയാണ്. ഭയനിർദ്ദേശങ്ങൾ. സ്തോത്രം. ഇനി ടീച്ചേഴ്സിനെ നോക്കി, നമ്മൾ പഠിക്കുന്ന കാലത്ത് നന്നായി പഠിക്കാനൊക്കെ ശ്രമിക്കുമെങ്കിലും മിക്കവാറും ചില സമയത്തൊക്കെയും കളിയും കൂട്ടുകാരുമായിട്ടുള്ള ബന്ധത്തിലുള്ള കളികളും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഉഴപ്പുന്നു എന്ന് അവരെ മനസ്സിലാക്കിയാൽ അവരെന്താ ആദ്യം ചെയ്യുന്നത്? ഇമ്പോസിഷൻ ഇടും. 100,000 തവണ വരെ ഇമ്പോസിഷൻ ഇട്ടു. ഒരിക്കൽ ഞാൻ എഴുതി, ആ ഇമ്പോസിഷൻ എഴുതി ഇന്നും എനിക്ക് ഉറക്കത്തിലും കാണാപ്പാടമാണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിളാണ് അത്. ഞാൻ ഇമ്പോസിഷൻ എഴുതി 1000 തവണയാണ്. അത് എനിക്ക് എഴുതാൻ വയ്യാത്ത വലിയ കഷ്ടതയിലായിരുന്നു ഞാൻ എഴുതിയത്. നിങ്ങൾക്കറിയാലോ, അന്നത്തെ കാലത്തൊക്കെ, ഇന്നത്തെ പിള്ളേർക്കൊന്നും അതൊന്നുമില്ല. എൻ്റെയൊക്കെ പ്രായത്തിനോട് അടുത്തവർക്കൊക്കെ ഇതുണ്ട്. ആ സമയത്ത് അവരുടെ ശിക്ഷണത്തിൽ കൂടെ വന്നത് ഇന്നും എനിക്ക് ഇത്ര 73 വയസ്സായിട്ടും എനിക്ക് മറക്കാതെ, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ വെള്ളം പോലെ പറയാം. ആ ശിക്ഷണത്തിന്റെ ഏറ്റവും ഭാരമറിയാൻ തോന്നിയ കഠിനമായ ഒരു ശിക്ഷണമായിരുന്നു എനിക്ക് ലഭിച്ചത്. പക്ഷെ അതിൽ കൂടെ പാഠം ഞാൻ പഠിച്ചു. കണ്ടോ? അപ്പോൾ ഈ ശിക്ഷണങ്ങളെല്ലാം തരുന്ന ടീച്ചേഴ്സ് നമ്മുടെ മാതാപിതാക്കൾക്കും ഭയനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരുന്നതാണ് അടിസ്ഥാനപരമായിട്ട് ദൈവത്തെ ഭയപ്പെടുവാനും ഇടയാക്കുന്നത്. ആമേൻ. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. ആയതുപോലെ ബാലശിക്ഷ നമ്മുടെ കർത്താവിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോഴൊക്കെ അയ്യോ എനിക്ക് ഇങ്ങനെ വന്നു പോയല്ലോ, അത് എന്നോട് അവരങ്ങനെ എതിര് പ്രാർത്ഥിച്ചിട്ടാണ്, അല്ലെ എനിക്ക് പിശാച് അങ്ങനെ ചെയ്തിട്ടാ, അല്ലെ ആഭിചാരം ചെയ്തിട്ടാ, ഇങ്ങനൊക്കെ പറയുന്ന നമ്മുടെ വിശ്വാസ മക്കളുണ്ട്. അങ്ങനെയല്ല പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്ന് വരുന്ന, നമ്മുടെ പിതാവാൻ ദൈവത്തിൽ വരുന്ന ബാലശിക്ഷകൾ നമ്മളെ ശുദ്ധീകരിക്കുകയും നമ്മളെ കർത്താവിൽ കൂടുതലായിട്ട് വിശുദ്ധിയിൽ വളർത്തുകയും ചെയ്യും. എബ്രായ ലേഖനം 12:5 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ ആ വചനം നിങ്ങൾക്ക് അധികാരമായിട്ട് നിങ്ങൾക്ക് വെളിപ്പെടുവാനും അത് മനസ്സിലാക്കുവാനുമായിട്ട് നിങ്ങൾക്ക് സാധിക്കും. എന്നിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ 20 വയസ്സ് വരെയായി. വളരെ ശിക്ഷണ നടപടികൾ, കൃത്യമായ ജീവിതശൈലികൾ, തറവാട്ട് വീട്ടിലായിരുന്നുകൊണ്ട് അതിൻ്റെ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ, ചെറിയ പ്രായമൊന്നുമില്ല. അങ്ങനെ കൊണ്ടുവന്ന് വളർന്ന് 20ാമത്തെ വയസ്സിലാണ് വിവാഹം ചെയ്ത് അയക്കുന്നത്. എക്സാംസ് ഒക്കെ എഴുതി നിൽക്കുകയാണ് ഡിഗ്രിയുടെ. ആ സമയത്ത് വിവാഹം കഴിഞ്ഞ് ഉടനെ തന്നെ ഞങ്ങൾ ഇവിടെ മസ്കറ്റിലേക്ക് വന്നു. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ആത്മീയ അനുഭവങ്ങൾ, ഭയനിർദ്ദേശങ്ങൾ, ദൈവകൃപ, രക്ഷയുടെ സന്തോഷത്തിന്റെ ചെറിയ പ്രായത്തിലാണ് ഒന്നും ഞാൻ പ്രയോജനപ്പെടുത്താതെ
എന്തിനാ? എനിക്ക് ഗുണമാകുവാൻ, എനിക്കും ഹസ്ബൻഡിനും സന്തോഷമായിട്ട് ജീവിക്കാൻ. ഹാലേലുയ അങ്ങ് ചിന്തിച്ചു. അറിവില്ല. ആ സമയത്ത് 7 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇളയ മകനും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്കൊരു അലർജി ഉണ്ടായി. ഈ അലർജി എന്ന് പറയുക എപ്പോഴും റണ്ണിങ് നോസ്, തുമ്മൽ, നിർത്താൻ വയ്യാത്ത പ്രയാസങ്ങൾ. അങ്ങനെ വന്ന് ഡോക്ടേഴ്സൊക്കെ ചെറിയ മെഡിസിൻസ് ഒക്കെ തന്നു. പക്ഷേ അതൊന്നും എനിക്ക് പ്രയോജനപ്പെടാഞ്ഞപ്പോൾ ഒരു ദൈവദാസി എന്നോട് പറഞ്ഞു, ഞാനത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, വത്സേ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ ഓർത്തു, അയ്യോ അതെന്താ പ്രത്യേകമായിട്ട് ഇങ്ങനെ പറയുന്നത്, ഞാനൊക്കെ പ്രാർത്ഥിക്കുന്ന അവിടെ അന്നേരമൊന്നും ഞാൻ ഇതുപോലെ ആഴങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരാളല്ല. പക്ഷേ അന്നത്തെ അവരുടെ സെൽഫ് പ്രയറിന് അവർ പ്രാർത്ഥിക്കുകയും എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ആ 1 മാസത്തെ ഹല്ലേലൂയ സ്തോത്രം, ആ അലർജി എൻ്റെ ജീവിതത്തിൽ പിന്നെ ഉണ്ടായില്ല. ഹല്ലേലൂയ. അങ്ങനെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ എൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നുവെന്ന് എനിക്ക് ഗ്രഹിച്ചറിയുവാൻ കഴിഞ്ഞു. അപ്പോൾ ഈ ദൈവത്തെ മറ്റുള്ളവരോടുകൂടെ പറയണം. അവരുടെ കഷ്ടതയുടെ നടുവിൽ ഒരു ചിന്ത ഞങ്ങൾക്കുണ്ടായി. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ 83, 84 ആ അലർജി കഴിഞ്ഞ സമയം ഹല്ലേലൂയ കുറച്ചു ഞാൻ മുന്നോട്ട് വരുന്ന സമയത്ത് ഒരു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ബൈബിൾ ക്ലാസ് തുടങ്ങാൻ ആരംഭിച്ചു. ഓർക്കണം, ഈ ദൈവം ഇടപെട്ടത് വെറുതെ ഒന്നുമല്ല. ചില ശിക്ഷണ നടപടിക്കുള്ള ദൈവത്തെ കൂടുതൽ ഹല്ലേലൂയ ഭയനിർദ്ദേശത്തോടെ ചിന്തിച്ചപ്പോൾ ദൈവം പറഞ്ഞു ബൈബിൾ ക്ലാസ് അവിടെ തുടങ്ങാനായിട്ട്. ഞങ്ങൾ മർത്തോമയിൽ ആ സമയം ഇവാഞ്ചലിക്കലാണ് എൻ്റെ ഹസ്ബൻഡ്. അതുകൊണ്ട് അങ്ങനെയുള്ള അനുഭവത്തിലാണേലും ഒരു ദൈവദാസൻ, ഞങ്ങളുടെ ആത്മീയ ഗുരുവായിട്ട് ഞങ്ങൾ ഏറ്റെടുത്ത ദൈവദാസൻ, അദ്ദേഹമാണ് ഒത്തിരി ഞങ്ങളെ അടിസ്ഥാനപരമായിട്ട് ബൈബിളിൻ്റെ അടിസ്ഥാനങ്ങളൊക്കെ പഠിപ്പിച്ചത്. ഹല്ലേലൂയ. അദ്ദേഹം അത് ഏറ്റെടുക്കുകയും ഈ ബ്രിട്ടീഷ് ബാങ്കിൽ നിന്ന് വന്ന ആൻറ്റിയുടെ ഹസ്ബൻഡാണ് ആ ബൈബിൾ ക്ലാസ് ഞങ്ങളുടെ വീട്ടിൽ ആരംഭിച്ചപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പാർട്ടിയും ഒക്കെ പോകുന്നവരാണ്, ഒരു ഹൈഫൈ ഇതിലൊക്കെ നിൽക്കുന്നവർ. അവരൊക്കെ ചെറിയുടെ വീട്ടിൽ, അന്ന് ചെറിയെന്നാണ് വിളിക്കുന്ന എല്ലാവരും, ചെറിയങ്കിളെന്ന് പിന്നെ വിളിക്കും. അതുകൊണ്ടാണ് ചിലപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ അങ്കിളെന്ന് നിങ്ങൾ വിളിക്കുന്ന പോലെ അറിയാതെ ഈ ശുശ്രൂഷയുടെ ഇടയിലൊക്കെ പറഞ്ഞു പോകുന്നു. എല്ലാവരും ചെറിയങ്കിളെന്നാണ് ഇവിടെ വിളിക്കുന്നത്. അപ്പോൾ അവരൊക്കെയും വരാൻ തുടങ്ങി. ഒരു ദിവസം ഹല്ലേലൂയ ആഴ്ചയിൽ ഒന്ന് വെച്ച പല കുടുംബങ്ങളിലും ഹല്ലേലൂയ ഈ ദൈവദാസൻ മുഖേന ഞങ്ങൾ കൊണ്ടുപോയി. ഹല്ലേലൂയ ഞങ്ങൾക്കൊന്നും ആഴമേറിയ ആത്മീയജ്ഞാനം ഒന്നും ഇല്ലെങ്കിൽ പോലും ഹല്ലേലൂയ ബൈബിൾ ക്ലാസ്സുകൾ നടത്തുവാൻ തുടങ്ങി. അങ്ങനെ ഹല്ലേലൂയ ബൈബിൾ ക്ലാസ് നടത്തുന്ന സമയത്ത് ഹല്ലേലൂയ എൻ്റെ മോൻ്റെ ഡെലിവറിയുടെ സമയമൊക്കെ കഴിഞ്ഞു. ഏകദേശം ഒരു 1.5 വർഷം കഴിയുമ്പോൾ ബൈബിൾ ക്ലാസ് അങ്ങ് നിന്നു. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലും ഹല്ലേലൂയ സ്റ്റാഗ്നൻ്റ് ആയ പോലെ, ഹല്ലേലൂയ സ്റ്റാഗ്നൻ്റ് ആയ അനുഭവത്തിലായി പോയി. ദൈവം അങ്ങനെ വിചാരിക്കുന്നില്ല. എന്നെ നിർമ്മിച്ച് ഞങ്ങളെ തെരഞ്ഞെടുത്ത് ഒന്നിച്ചാക്കിയ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്, അന്ന് ഞങ്ങൾക്ക് ഇവിടെ അധികം പേരിൽ ആത്മീയ ആലോചനകളൊക്കെ പറഞ്ഞു കൊടുക്കുവാനും ഓക്കെ, അതിന്റെ മുന്നിൽ ഞങ്ങൾ വീണ്ടും ആത്മീയമായിട്ട് കർത്താവിനെ ഉയർത്തിക്കാട്ടി ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. പക്ഷേ അത് ഞങ്ങൾ ചെയ്തില്ല. പ്രിയമുള്ളവരെ, ഘട്ടം ഘട്ടമായിട്ട് ഞാൻ പറയില്ല, എൻ്റെ ജീവിതത്തെ ദൈവം ഒരുക്കിയെടുത്തതാണ്. എൻ്റെ മമ്മി പറയുമായിരുന്നു, കണ്ടുപഠിച്ചില്ലെങ്കിൽ കേട്ടു പഠിക്കും, കേട്ടു പഠിച്ചില്ലെങ്കിൽ കൊണ്ടുപഠിക്കും. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ഒത്തിരി കൊണ്ടുപഠിച്ച ആളാണ് ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ആ പഠിത്തത്തിനൊക്കെയും ശിക്ഷയ്ക്കും ദൈവം ദോഷമൊന്നും വരുത്തിയില്ല. എല്ലാം നന്മയ്ക്കായി കൂടി ആവരിച്ചു. അങ്ങനെ 83, 84 ആയപ്പോൾ ഞാൻ പെറ്റിട്ടനായി. എൻ്റെ L4, L5 ഹല്ലേലൂയ, അങ്ങനെ എൻ്റെ സ്പൈനൽ കോഡ് ഹല്ലേലൂയ വല്ലാത്തൊരവസ്ഥയിൽ എനിക്ക് അതിവേദനയായി, കാലിലോട്ട് ആ വേദന വ്യാപരിച്ചു. അത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ ഇവിടെ തന്നെ ഒമാനിൽ തന്നെ ഹല്ലേലൂയ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവർ കോള ഹോസ്പിറ്റൽ എന്ന് പറയാം, ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടുള്ള ദേവദാസിമാരൊക്കെയും പല രാജ്യങ്ങളിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഹല്ലേലൂയ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ട്രാക്ഷനൊക്കെ ഇട്ടു. എന്നാലും എനിക്ക് അതിവേദന എന്ന് പറഞ്ഞാൽ ഒട്ടും വയ്യ, ഒന്നും വയ്യ, കിടപ്പ് തന്നെയായി. അവിടുന്ന് എന്നെ പിന്നീട് ഹല്ലേലൂയ അന്ന് നമ്മളെ വീൽ ചെയറിലൊക്കെ ഫ്ലൈറ്റിൽ കയറ്റി ട്രിവാൻഡ്രത്ത് ശ്രീചിത്രയിൽ കൊണ്ടുപോയി. ശ്രീചിത്രയിൽ ചെന്നപ്പം അവർ പറഞ്ഞു, ഇപ്പോൾ ഒരു 10, 32, 33 വയസ്സല്ലോ, ഈ നമുക്ക് ഓപ്പറേഷൻ ഒന്നും വേണ്ട, വെല്ലൂർക്ക് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. വെല്ലൂരിൽ ചെന്നപ്പം ഹല്ലേലൂയ എൻ്റെ ഈ ഓർത്തോയും സ്പൈനും ഒക്കെ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, അവരെല്ലാം ന്യൂറോ എല്ലാം കൂടെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ ആ ലാമിനെക്ടമി ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, ഇപ്പോൾ ഇവിടെ ഫിസിയോയിലെന്ന് കുറച്ച് ദിവസം താമസിച്ച് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്തു. ഹല്ലേലൂയ. എന്നിട്ടും എനിക്ക് സൗഖ്യം ലഭിച്ചില്ല. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ സ്തോത്രം. പിന്നെ അവിടുന്ന് കോട്ടയ്ക്കൽ പോയി. ആ പോകുന്ന വഴിക്ക് കോട്ടയ്ക്കൽ ഇറങ്ങി. അവിടുത്തെ വൈദ്യനാണ് എന്നെ നോക്കിയിട്ട് പറഞ്ഞത്, അവരുടെ ഭാഷയിൽ പറഞ്ഞു, ഇവിടെയൊക്കെയും ഹല്ലേലൂയ എന്താ പറയണ്ടേ, ഈ വേർട്ടിബ്ര അവിടെ പറയാം, അവരുടെ ഭാഷയിൽ പറഞ്ഞു, അവിടെയൊക്കെ പൊടിഞ്ഞ് അതൊക്കെ ഡിറ്റ്യൂറേറ്റ് ചെയ്ത് വളരെ വല്ലാത്ത അവസ്ഥയായി. ഇനി വർഷങ്ങൾ തോറും ഇതിനെന്തൊക്കെയോ ഒരു ചികിത്സ അവർ ആയുർവേദത്തിൽ പറയും. ഞാൻ ആയുർവേദം ആദ്യം ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് അത് ചെയ്തേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി നിരാശ വരാൻ. അതുവരെ ഞാൻ ഒന്നിനെ പറ്റി ചിന്തിക്കുന്നില്ല, അത്രയും ചിന്തിക്കാനുള്ള കഴിവില്ലാത്തൊരു വ്യക്തിയാണ്.
ചിന്തിച്ചു, അയ്യോ എനിക്ക് ഇത്ര ഒരു ചെറിയ പ്രായം, എൻ്റെ കുഞ്ഞുങ്ങൾ ചെറിയ പ്രായം, എൻ്റെ ഹസ്ബൻഡും ചെറുപ്പം, എന്ത് ചെയ്യുമെന്നൊരു ചിന്ത വന്നു. ഹാലലുയ പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ അപ്പോൾ വീണ്ടും അടുക്കുവാനിടയായി. അപ്പം എനിക്ക് വന്ന കഷ്ടത, ഹാലലുയ, 1000 വെള്ളി പൊന്മടി നാണ്യത്തെക്കാൾ നിങ്ങളുടെ വാഴ്ന്നു വരെ ന്യായപ്രമാണം എനിക്ക് ഉത്തമെന്ന് പറയുവാനും, കഷ്ടത വരുന്നത് എനിക്ക് ഗുണമായി എന്ന് പറയുവാനും ദൈവം ഇടയാക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പോയി. ഈ ദൈവം എനിക്ക് കൃപ തന്നു. ഹാലലുയ. അങ്ങനെ ഹാലലുയ പ്രിയമുള്ളവരെ, അങ്ങനെ കടന്നുപോയി. എൻ്റെ ശാരീരികാവസ്ഥ വളരെ പരിതാപകരമായി. ഹാലലുയ. എന്നാൽ ക്രമേണ 7 വർഷം കഴിയുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടെ എനിക്ക് സൗഖ്യം ദൈവം തന്നു. ഹാലലുയ. ഈ 7 വർഷം പെട്ടെന്ന് ഓടിച്ചു വിട്ടാ ഞാൻ. 7 വർഷത്തിൽ ഈ തണുപ്പ് കാലം വരുമ്പോൾ എനിക്ക് എണീക്കാൻ വയ്യ, കുനിഞ്ഞു കൂടി കിടക്കും. ഒരു സ്ക്രൂ ഇങ്ങനെ എന്താ പറഞ്ഞ ഇങ്ങനെ അതിൽ നിന്ന് അഴിഞ്ഞ് ക്രമേണ അത് സ്ട്രൈറ്റ് ആകുന്ന പോലെ വേണം ഞാൻ എണ്ണീറ്റ് വരാൻ. ഹാലലുയ. സ്തോത്രം. എനിക്ക് അന്ന് ജോലി ചെയ്യാൻ പറ്റിയില്ല, വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഹാലലുയ. എൻ്റെ ചെറിയ പ്രായത്തിലെ കാര്യം ദൈവം എന്നെ പരിശോധിച്ചു. അന്ന് നടന്ന സംഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഞാൻ കിടക്കയിലാണ്, തിരിച്ചെന്നെ ഇവിടെ കൊണ്ടുവന്നു. ഡോക്ടേഴ്സ് അവസാനം ഒരു ചെറിയൊരു മാട്രസിന്റെ കട്ടി കുറഞ്ഞ മാത്രം കട്ടിലായിട്ട്, ഹാലയിൽ വെറും തടിക്കട്ടിലിട്ട് കിടക്കാൻ പറഞ്ഞു. എന്നെ നോക്കാൻ ദൈവം ഒരു സഹായിയെ തന്നു. എന്തായാലും ചുരുക്കം പറഞ്ഞാൽ, അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, സിറ്റിംഗ് റൂം വരെ TV കാണാൻ വരാൻ പറ്റത്തില്ല, ഇവിടെ ഞാൻ TV റിമോട്ട് ഇടണം, വാങ്ങിച്ചാലോ TV എന്ന് പറഞ്ഞു. TV കൊണ്ട് തന്നു. നമ്മൾ സിനിമകളുണ്ടെന്ന് വളർന്നവരല്ലെങ്കിലും കുറേ കാര്യങ്ങൾ കാണും, ഒരു ചെറിയ സന്തോഷം. പക്ഷെ അത് കഴിയുമ്പോൾ അതിനേക്കാൾ ഡിപ്രഷന്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് എനിക്ക് കൃപ ലഭിച്ചു. ഹല്ലേലൂയ. ആ കൃപ എങ്ങനെയായിരുന്നു അറിയാമോ? അവിടെ ഇരിക്കുന്ന ബൈബിൾ, വേദപുസ്തകം. അപ്പം സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, വാക്യങ്ങൾ കാണാതറിയാം. സൺഡേ സ്കൂളിൽ പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്, VBSലുണ്ട്. രാവിലെയും വൈകിട്ടും പപ്പായുടെയും മമ്മിയുടെ കൂടെ കുടുംബ പ്രാർത്ഥനയും വായിച്ചിട്ടുണ്ട്. ഒക്കെ ശരിയാണ്. പക്ഷെ ഒരിക്കൽ പോലും എൻ്റെ ആ 30 എത്ര വയസ്സ് വരെയും ഞാൻ വേദപുസ്തകം മുഴുവനായി വായിച്ചിരുന്നില്ല, ബൈബിൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വചനം കൊണ്ട് വേണം മനുഷ്യൻ ജീവിക്കാൻ. അത് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നു. അവിടെ ആ ബൈബിൾ എൻ്റെ കയ്യിൽ എടുത്തു തരാൻ പരിശുദ്ധാത്മാവ് എന്നെ അങ്ങ് സഹായിച്ചു. അത് എടുത്ത് തന്നത് എനിക്കറിയാം. കവർ ടു കവർ 2.5 മാസം കൊണ്ട് ഞാൻ ബൈബിൾ വായിച്ചു. അതോ എന്തോ ഒരു സന്തോഷത്തോടെ, വേറെ ഒന്നും എനിക്ക് സന്തോഷമില്ല. എൻ്റെ ഇളയ കുഞ്ഞിൻ്റെ 2.5 വയസ്സുള്ള അവൻ എൻ്റെ അടുക്ക വന്ന് കിടക്കാനോ എന്നെ തൊടുമ്പോൾ എനിക്ക് അതിവേദനയോ പോകാൻ പറയും, ഞാൻ എന്നെ തൊടണ്ടെന്ന് പറയും. ആലേലും എല്ലാവിധത്തിലും എൻ്റെ സന്തോഷമെല്ലാം അസ്തമിച്ചു. അതുവരെ ആലേലും ഇവിടെ നല്ല നല്ല പ്രിസ്റ്റൈൻ ബീച്ചസ് ഉണ്ട്. ബീച്ചസിലൊക്കെ ഈവനിങ് പോവുക, കറങ്ങുക ഒക്കെ ഒത്തിരി. ഇതെല്ലാം കുടുംബമായിട്ട് ചെയ്യുന്നതുകൊണ്ട് വലിയ പാപബോധമൊന്നുമില്ല. ഇതൊക്കെ കുടുംബത്തിന്റെ സന്തോഷങ്ങളാ. ഈ സന്തോഷത്തിൽ അങ്ങ് രസിച്ച് ജീവിക്കാനൊന്നുമല്ല നമ്മളെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കണ്ട് സ്തോത്രം ചെയ്യുക, അനുഭവിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഈ ലോകത്തോരോട് വേർപാട് വേണം. ഹല്ലേലൂയ. അപ്പോൾ ഇതിന്റെ സന്തോഷത്തെക്കാൾ ദൈവവചനത്തിന്റെ സന്തോഷം എനിക്ക് ലഭിക്കുന്നത് എൻ്റെ കഷ്ടതയുടെ ആഴത്തിൽ, ആർക്കും സഹായിക്കാൻ കഴിയാത്ത സമയത്ത് പരിശുദ്ധാത്മാവിൽ ഈ വചനങ്ങൾ എനിക്ക് വെളിപ്പെടാൻ തുടങ്ങി. എനിക്ക് അറിയത്തില്ലായിരുന്നു പരിശുദ്ധാത്മാവാണെന്ന് എന്നെ സഹായിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഈ വചനങ്ങളെ സന്തോഷത്തോടെ ഏറ്റെടുത്ത്. ആദ്യം എനിക്ക് കിട്ടിയ എൻ്റെ നിരാശയിൽ ആദ്യം കിട്ടിയത് എനിക്ക് സമാധാനം, പിന്നീട് എനിക്ക് കിട്ടിയത് സന്തോഷമാണ്, പിന്നീട് എനിക്ക് ദൈവം പ്രത്യാശ. അങ്ങനെ 7 വർഷങ്ങൾ ഹല്ലേലൂയ അതിജീവിച്ചു. എൻ്റെ ഹസ്ബൻഡിൻ്റെ എല്ലാ ഹെൽപ്പും കുഞ്ഞുങ്ങളുടെ ഹെൽപ്പും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ പറയാമോ, ഒരു പ്രഭാതത്തിൽ ഒരു പ്രത്യേക സംഭവത്തോടുകൂടി എൻ്റെ ഹല്ലേലൂയ നട്ടലിൻ്റെ പ്രയാസങ്ങൾ മാറുവാൻ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. വലിയ ട്രീറ്റ്മെൻറ്റുകൾക്കൊന്നും പിന്നീട് പോയില്ല, അതെന്നെ സഹായിച്ചുമില്ല. അപ്പോൾ ദൈവത്തെ ഞാൻ രുചിച്ചറിയുവാനിടയായി. അപ്പോൾ നോക്കണേ, ഓരോ സംഭവങ്ങൾ കഴിഞ്ഞു, അലർജി കഴിഞ്ഞു, ഹല്ലേലൂയ, ഈ പ്രയാസങ്ങൾ കഴിഞ്ഞു, ഇങ്ങനെ വന്നു. അപ്പോൾ വീണ്ടും ഞങ്ങളെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്ന ക്രിസ്തുവിൽ വളരുവാനാണ്. ഈ വളരുന്ന മാത്രമല്ല, ഈ അനുഭവത്തോടുകൂടി അനേകരെ ദൈവസന്നിധി കൊണ്ടുവരാനാണ്. അങ്ങനെ വന്ന് ഹല്ലേലൂയ ഞാൻ 87 തൊട്ട് 97 കഴിഞ്ഞ് 98 മൂത്ത മകൻ അപ്പോൾ ഹല്ലേലൂയ ഹോസ്റ്റലിൽ എനിക്ക് വയ്യാത്തതുകൊണ്ട് സെന്റ് തോമസ് ട്രിവാൻഡ്രത്താക്കി. അപ്പോൾ ബോർഡിങ് വെച്ച് പഠിത്തത്തിൽ കളികളിൽ കൂടുതൽ ശ്രദ്ധയായപ്പോൾ അവൻ്റെ പഠിത്തം കൂടെ ക്രമീകരിക്കാം, എനിക്ക് നല്ല സുഖമില്ലല്ലോ എന്ന് പറഞ്ഞ് ട്രിവാൻഡ്രത്ത് കേശവാസുരത്ത് ഒരു ഭവനം വാങ്ങിച്ച് അവിടെ താമസിക്കുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ 19 ഹല്ലേലൂയ സ്തോത്രം 87 ഹല്ലേലൂയ 87 മെയ് ജൂണോടുകൂടി ഞങ്ങൾ നാട്ടിലേക്ക് പോയി അവിടെ താമസിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ സമയത്ത് ഒരു കാര്യം സംഭവിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ ഈ ആത്മീയ അനുഭവങ്ങൾ വളർത്തി തരുവാനായിട്ട് ദൈവം ചുറ്റുപാടുകളെ, ദൈവം ജീവിതങ്ങളെ ഒരുക്കി. ഹല്ലേലൂയ. അങ്ങനെ എനിക്ക് ഹല്ലേലൂയ സഹോദരിമാർ ശുശ്രൂഷിക്കുന്ന 3 ദിവസത്തെ കൺവെൻഷൻ അറ്റൻഡ് ചെയ്യുവാനും, ആ കൺവെൻഷനിൽ വെച്ച് ഒരു ഭവനത്തിൽ വെച്ച അവിടെ വെച്ച് എനിക്ക് അഭിഷേകത്തിൻ്റെ ചെറിയ ആത്മീയ അനുഭവങ്ങൾ, അതായത് ചെറിയ ടങ്സിൽ സംസാരിക്കുവാനും ഇവിടെയായി. അതേ തുടർന്ന് ഞാൻ വീട്ടിലേക്ക് പോയ രാത്രി
പ്രഭാതമായപ്പോൾ കുഞ്ഞുങ്ങളെ ട്യൂഷന് വിട്ടിട്ട്, അത് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു, ഞാൻ 2 മണിക്കൂർ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ എടുക്കും. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഇരുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, തലയിൽ പോലും തുണിയൊന്നും ഇട്ടില്ല, എൻ്റെ കൂടെ ആരുമില്ല. ആ സമയത്ത് വലിയൊരു ആത്മീയ അനുഭവം എനിക്കുണ്ടായി. ഹല്ലേലൂയ, സ്തോത്രം. ആ അനുഭവത്തിൽ കൂടി എന്നെ അഭിഷേകം ചെയ്തു. ദൈവം എന്നെ ശക്തീകരിച്ചു. എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു അറിയിച്ചു. അങ്ങനെ കർത്താവ് എന്നെ ഹല്ലേലൂയ സാക്ഷിയാക്കിക്കൊണ്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ എന്നെ ട്രിവാൻഡ്രത്തിന്റെ പ്രദേശത്ത് ഒരുക്കി. തുടർന്ന് 2 വർഷം കൂടെ കഴിഞ്ഞാൽ ഞാൻ സ്നാനപ്പെടുന്നത്. അതും ദൈവത്തോട് ചോദിച്ച് ഗിദെയോനെ പോലെ ടെസ്റ്റ് ഒക്കെ വെച്ച് ഹല്ലേലൂയ. കാരണം ഇവാഞ്ചലിക്കൽ സഭ ഒത്തിരി കഷ്ടപ്പെട്ട് മർത്തമായി നിറങ്ങി വന്നവരാണ്. എന്നാലും ഹല്ലേലൂയ അതിനേക്കാൾ കൂടുതൽ ആഴങ്ങളുള്ള ദൈവിക അനുഭവങ്ങൾ എനിക്ക് കിട്ടിയാൽ ദൈവിക സന്തോഷം ലഭിച്ചു. ദൈവത്തെ അഭിഷേകത്തിന്റെ ശക്തിയിൽ ശുശ്രൂഷിക്കുവാനും ആരാധിക്കുവാനും കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഞാൻ പിന്നെ ഹല്ലേലൂയ അപ്പോൾ എനിക്ക് അഭിഷേകം ആദ്യം ലഭിച്ചത്. പിന്നീട് എനിക്ക് സ്നാനപ്പെടുവാൻ കർത്താവ് ഇടയാക്കി. ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ അനുഭവങ്ങളൊക്കെ എൻ്റെ ഹസ്ബൻഡിനോടും കുഞ്ഞുങ്ങളോടും ഞാൻ പറയും. ഞങ്ങൾ ഒന്നിച്ചു പല കൺവെൻഷനുകളെ, ആത്മീയ ശുശ്രൂഷകളെ, പെന്തക്കോസ്റ്റിലെ കൂട്ടായ്മകൾക്കൊക്കെ ഇവാഞ്ചലിക്കൽ പള്ളിയിൽ പോകുന്ന സമയത്താണ് നാഥൻകോട് ഞാൻ പോകുവാൻ തുടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 96 ആയപ്പോൾ ഞാൻ വളരെ ഇപ്പം തന്നെ ക്ഷീണിച്ചിരിക്കുന്നതിൽ കൂടുതൽ ക്ഷീണിക്കുവാൻ തുടങ്ങി. ആ പ്രായത്തിൽ ക്ഷീണിച്ചു. ഹാലയിലെ 43-44 വയസ്സേ ഉള്ളൂ. അങ്ങനെ ക്ഷീണിച്ച് അവസാനം എനിക്ക് തീരെ ക്ഷീണം വന്ന സമയത്ത് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇത് കോളൻ ക്യാൻസറാണ്. വല്ലാത്ത ലാസ്റ്റ് സ്റ്റേജിലാണ്. എന്നെ പ്രത്യേകിച്ച് ഹല്ലേലൂയ ഞാൻ പറഞ്ഞ പോലെ ജ്യേഷ്ഠത്തി അങ്ങ് അവിടോട്ട് കൊണ്ടുപോയി ഹല്ലേലൂയ കൊച്ചിയിൽ PVSൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ തന്നെ ഹല്ലേലൂയ ഓപ്പറേഷനുള്ള ക്രമീകരണങ്ങൾ ചെയ്തപ്പോൾ ബ്ലഡ് തരാൻ വേണ്ടി, കാരണം തീരെ എനിക്ക് ക്ഷീണമായി പോയി. അതുവരെ കൊണ്ടു കടന്നു. എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി തീർക്കുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചു എന്നേ ഞാൻ പറയത്തുള്ളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടെ വെച്ച് ഓപ്പറേഷൻ കഴിയുന്നു. ഹല്ലേലൂയ ഒരു വലിയ അങ്കിളൊക്കെ പറയുന്നത് വൻകുടലിൽ നിന്ന് വലിയൊരു കട്ടി പോലെ ഒരു സാധനമാണ് ഓപ്പറേറ്റ് ചെയ്ത് കളയുന്നത്, അത്ര സിമെന്റ് ഇട്ട പോലെ. ഹല്ലേലൂയ. പിന്നെ ഇനി റിക്കവർ ചെയ്യുന്നു. 6 കീമോ എടുക്കേണ്ടി വന്നു. 3 അമലായിലെടുത്തു, 3 ഇവിടെ എടുത്തു, ഒമാനി വന്നെടുത്തു. അങ്ങനെ അത് കഴിഞ്ഞ് ദൈവം എന്നെ സൗഖ്യമാക്കി വന്നപ്പോൾ ആ ഓപ്പറേഷൻ്റെ തലേദിവസം രാത്രിയിൽ പെട്ടെന്ന് എനിക്കൊരു പ്രത്യേകമായ അനുഭവം ഉണ്ടായി. എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് കൈ പിടിക്കാൻ പറഞ്ഞു. കൈ പിടിച്ചു. അപ്പോൾ ഞാൻ വേദനയുടെയും പ്രയാസത്തിൻ്റെയും നടുവിൽ, ഓപ്പറേഷൻ നാളെയാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ കർത്താവിൽ വേർപെട്ട ദൈവത്തെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുമെന്ന് ഹാലെ പ്രാർത്ഥിക്കാൻ എൻ്റെ ഹസ്ബൻഡ് കൈപിടിച്ച് പ്രാർത്ഥിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളും ഹല്ലേലൂയ ഈ കർത്താവിനെ സ്നേഹിച്ച് ഹല്ലേലൂയ സ്തോത്രം വേർപെട്ട് ദൈവത്തെ ആരാധിക്കുമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ 3 ഡിസിഷൻസ് ലോകം മുഴുകയും അന്നാണ് തീരുമാനിക്കുന്നത്. 96 നവംബർ 19 ഓപ്പറേഷനോടുകൂടി, ഓപ്പറേഷന്റെ തലേദിവസം കൂടി എവിടെയും ദൈവത്തിന്റെ സാക്ഷികളായി ചെലവിട്ടും ചിലവാക്കിയും കർത്തനെ സേവിക്കുമെന്ന് നമ്മൾ ഹല്ലേലൂയ വാക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് ഇവിടുന്ന് വന്നു. പെട്ടെന്ന് അത് വന്ന ദിവസങ്ങളാണ്, ഒരാഴ്ച ഉണ്ടായിരുന്നു. കൈ പിടിച്ച് നല്ല ഉറപ്പോടെ ദൈവസന്നിധിയിൽ നേർച്ചയോടെ സമർപ്പിച്ചു. പ്രിയമുള്ളവർ, ഓരോ കഷ്ടതയുടെ നടുവിലും ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിച്ചില്ല. അതിൻ്റെ നടുവിലെല്ലാം കൃപ തന്നു. ദൈവം എന്നെ ഓരോ സ്റ്റെപ്പിൽ കർത്താവിൽ മുന്നേറുവാനായിട്ട് അനുവദിച്ചു. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നിങ്ങളുടെ അടുക്കൽ ഞങ്ങൾ ഇത്രയും ധൈര്യത്തോടു കൂടി ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ പെട്ടെന്ന് ഞങ്ങൾക്ക് തിരിച്ചിവിടെ വരുവാൻ ദൈവം ഇടയാക്കി. ഇവിടെ വന്നു കഴിഞ്ഞ് ഹല്ലേലൂയ കൂട്ടായ്മകൾ ഉണ്ടായിരുന്നല്ലോ, നേരത്തെ ഉണ്ടായിരുന്ന കൂട്ടായ്മകൾ മേർജ് ചെയ്ത് ഒരു ചർച്ചായിട്ട് 2000 ദേവദാസന്മാർ PMG എന്ന് വന്ന് വരുവാനും എൻ്റെ ദൈവദാസനെ അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് ചെയ്ത് അനുഗ്രഹിച്ചാക്കി. പക്ഷെ 11 വർഷം കഴിഞ്ഞ് ഹല്ലേലൂയ ഓർഡിനേഷനെല്ലാം കൊടുത്തു. അങ്ങനെ PMG സഭയുടെ ശുശ്രൂഷകനാകാൻ 20 വർഷം കഴിഞ്ഞു. പിന്നീട് 2020-ലായപ്പം അദ്ദേഹത്തിന് നട്ടലിന് പ്രയാസമുണ്ടായി. ഇപ്പം സർജറി കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾക്ക് ഹല്ലേലൂയ കൈക്കൊക്കെ 80 ഇയേഴ്സുമായി കൈക്കൊക്കെ വിറകൊണ്ട് നമ്മൾ ലോഡ് സ്റ്റേബിളൊക്കെ ചെയ്യാനും വീടുകളൊക്കെ വിസിറ്റ് ചെയ്യാനും ചർച്ചസിൽ പോകാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായി. അതുകൊണ്ട് മലയാള സഭയെ അങ്ങനെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ വിലായി മാത്രമുള്ള ശുശ്രൂഷയിൽ മാത്രം ഒതുക്കി. ഒരു ചെറിയ തമിഴ് സഭയുണ്ട്, അതിനൊരു ശുശ്രൂഷ ഉണ്ടുകൊണ്ട് മാസത്തിലൊന്ന് അവിടെ വരെ പോകും. അങ്ങനെയാണ് ഞങ്ങളുടെ ശുശ്രൂഷയുടെ പാരമ്പര്യം. അപ്പോഴാണ് കർത്താവ് ഞങ്ങളോട് പറഞ്ഞ് എനിക്ക് ചില ട്രെയിനിങ്ങുകൾ പിന്നെ തിരിച്ചു വന്ന ശേഷം ദൈവം എനിക്ക് തന്നു. അങ്ങനെ ട്രെയിനിങ്ങുകൾ പല രാജ്യങ്ങളിൽ പോയി എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, ഫോക്കസ് ഓൺ വിമൻ. നിന്റെ ഹല്ലേലൂയ ജനത്തോട് സംസാരിക്കുവാൻ തക്കണം, നിന്നെ തന്നെ ഒരുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന് ദൈവം എനിക്ക് ഹല്ലേലൂയ, അങ്ങനെയാണ് ഈ പുറകിൽ കാണുന്ന ഡെബോറ മിസിയോ എന്ന ഹല്ലേലൂയ സഹോദരിമാരെ ഫോക്കസ് ചെയ്യുന്ന സഹോദരിമാർക്ക് വേണ്ടിയല്ല പ്രിയമുള്ളവരെ. ആദമിനെ ഹല്ലേലൂയ അവിടെ തെറ്റ് പറ്റുവാൻ ഇടയായ പാപത്തിന് കാരണമായത് ഹവ്വയാണ്. ഹല്ലേലൂയ ഒരു സ്ത്രീയാണ് ദൈവത്തിന്റെ സകല രക്ഷണീയ പ്രവൃത്തി, അതായത് നമ്മളെ വലിയ പ്ലാനുകളും പദ്ധതിയെ പിശാചിൽ കൂടെ തകർത്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ റെസ്റ്റോറേഷൻ തുടങ്ങാൻ പറഞ്ഞു.
അങ്ങനെ സഹോദരിമാരെ ഹല്ലേലൂയ വചനം പഠിപ്പിക്കാനും ബൈബിൾ ക്ലാസ്സുകൾ എടുക്കുവാനും മോട്ടിവേറ്റ് ചെയ്യാനും കൗൺസിൽ ചെയ്യാൻ ചെയ്തു അവർ രക്ഷയിലേക്ക് വരുമ്പോൾ എങ്ങനെ ജീവിക്കണം ക്രിസ്തീയ ജീവിതം, എങ്ങനെയാണ് ദൈവത്തിൽ മുന്നേറേണ്ടെന്നുള്ള പഠിച്ചു. അവർ ഹല്ലേലൂയ കർത്താവിൻ്റെ ഭർത്താക്കന്മാർക്ക് തക്ക തുണിയാകാൻ, ഹല്ലേലൂയ ദൈവം നമ്മളെ തക്ക തുണിയാകാനായിട്ടാണ് സഹോദരിമാരെ ദൈവം ഒരുക്കിയത്, സൃഷ്ടിച്ചത്. ഹല്ലേലൂയ അങ്ങനെ തക്ക തുണിയാകാൻ അവരെ പഠിപ്പിച്ചു. അതോടൊപ്പം എങ്ങനെ കുടുംബത്തെ ഭരിച്ചുകൊണ്ട് പോകണം, എങ്ങനെ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം, എങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കണം, എങ്ങനെ ആത്മീയ ജീവിതം നയിക്കണം, എങ്ങനെ ഭൗതിക ജീവിതം വീട്ടുകാര്യങ്ങൾ നോക്കണം, എങ്ങനെ നമ്മൾ അങ്ങനെ വന്നപ്പോൾ ദൈവത്തിൽ നിന്നുള്ള ആലോചന പോലെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് വചനപ്രകാരം നോക്കിയാൽ അവളിൽ തന്നെ അനുഗ്രഹിക്കപ്പെടണം. അവിടെ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും അതേ കുടുംബത്തിന് അവൾ അനുഗ്രഹവിഷയമാകണം, അവിടെ പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹവിഷയമാകണം, അവിടെ ചുറ്റുപാടുകൾക്ക് അനുഗ്രഹവിഷയമാകണം, അവിടെ സഭയ്ക്ക് അവൾ അനുഗ്രഹവിഷയമാണ്, അവിടെ ദേശത്തിന് അനുഗ്രഹവിഷയമാണ്, അവിടെ രാഷ്ട്രത്തിന് അവൾ അനുഗ്രഹവിഷയമാണ്. അതെല്ലാം അവളിൽ കൂടെയാണ്. ഹല്ലേലൂയ കുടുംബത്തെ മുഴുക്കെ നമ്മുടെ പുരുഷന്മാരെ നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം അവർ പുറകിൽ നിന്ന് ഹല്ലേലൂയ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും എൻകറേജ് ചെയ്യുകയും ഹല്ലേലൂയ ഉപവസിക്കുകയും ഒക്കെ ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുവാൻ തക്കണം. ആ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഹല്ലേലൂയ ദൈവം ഒരുക്കി. അങ്ങനെ അതെല്ലാം ഞങ്ങൾ അവരെ പഠിപ്പിക്കുവാനും ഓരോ കുടുംബങ്ങളിൽ അതിന്റെ അനുഭവങ്ങൾ വന്ന് അവരെല്ലാം തന്നെ നല്ല ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ സഹോദരിമാർ എല്ലാവരുടെയും സഹോദരിമാരുടെ കുറച്ചുപേരുടെയൊക്കെ ചിന്തകൾ അവരുടെ ഭർത്താക്കന്മാർ എന്നെ നോക്കണം, എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കണം, എന്നെ കരുതിക്കൊണ്ടിരിക്കണം. അത് ശരി തന്നെയാണ് പിള്ളവരെ, പ്രിയമുള്ളവരെ പോറ്റി പുലർത്തണമെന്ന വചനം പറയുന്നത്. പക്ഷേ ഒരു സ്ത്രീ തക്ക തുണയായിട്ട് ദാസനെ ഭർത്താവിനെ എൻകറേജ് ചെയ്ത് അവനെ ഒരു പുരുഷനാക്കണം, അവന്റെ കൂടെയുള്ള ബഹുമാനമാണ് പ്രോവേർബ്സ് 31 നമ്മൾ ലാസ്റ്റ് വാക്യങ്ങളിൽ വായിക്കുന്നത്. ഹല്ലേലൂയ അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ കുടുംബത്തെ പണിയണം, കുടുംബത്തെ പണിഞ്ഞെടുക്കണം, ഗ്രഹം പണിയണം നമ്മൾ. ഹല്ലേലൂയ സ്തോത്രം. ലേയും റാഹേലും ഇസ്രായേൽ ഗ്രഹം പണിത പോലെ പണിയുവാൻ നമ്മുടെ വിശുദ്ധ മതികളായ ഹല്ലേലൂയ സ്ത്രീരത്നങ്ങളെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഹല്ലേലൂയ ആദ്യത്തെ പർപ്പസാണ് സുവിശേഷത്തിന് വേണ്ടി, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തെ കൊണ്ടുവന്നു. എൻ്റെ ഹസ്ബൻഡ് പാസ്റ്ററായി, എൻ്റെ മകൻ പാസ്റ്ററായി. അത് മാത്രമല്ല ഞങ്ങളൊരു മകനെ ഹല്ലേലൂയ പ്രത്യേകമായിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നോർത്ത് ഇന്ത്യയിലൊരു മകനെ ദത്തെടുത്തൊന്നുമല്ല ഞങ്ങളുടെ കൂടെ പാർപ്പിച്ചു. അവനൊന്ന് ഇംഗ്ലണ്ടിലാണ്, ഭാര്യ മദാമിയാണ്, അവൻ ഇവിടെ ഉള്ളതാണ്. ആ സ്ഥലം പെട്ടെന്ന് മറന്നുപോയി. നോർത്ത് എന്ന് വന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നൊരു മകനാണ്. അവനൊന്ന് നല്ലൊരു ഇംഗ്ലീഷ് ചർച്ചിന്റെ വലിയ ഫേമസ് ആയിട്ടുള്ള ചർച്ചിന്റെ പാസ്റ്ററാണ്. അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിൽ തന്നെ ഞങ്ങളുമായി ഇവിടെയും കൊണ്ടുവന്നവനെ ജോലി കൊടുത്ത് അങ്ങനെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ അനേകരെ കൊണ്ടുവരുവാനും മോട്ടിവേറ്റ് ചെയ്യുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ബൈബിൾ ക്ലാസ് എടുക്കുവാനും ദൈവജനത്തെ ശുശ്രൂഷിക്കുവാനും ജീവിതം കാണിച്ചു കൊടുത്തു. എങ്ങനെയാണ് ഹല്ലേലൂയ ഒരു ക്രിസ്തീയ വനിത എങ്ങനെ ആയിരിക്കണം, ആത്മീയ ജീവിതം എങ്ങനെയായിരിക്കണം, നമ്മുടെ പർപ്പസ് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ശുശ്രൂഷിക്കുവാൻ ഇടയാക്കി. അങ്ങനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും അത് ഹല്ലേലൂയ അനുഗ്രഹമായി തീരുവാനും ഇടയാക്കി. തുടർന്ന് ഞാൻ ഇത്രയും പറഞ്ഞത് എന്നെ എൻ്റെ കുടുംബത്തെയും ദൈവത്തിന്റെ പർപ്പസിലേക്ക് കൊണ്ടുവന്ന കഷ്ടങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, മാരകമായ രോഗമായാലും അതൊക്കെ ദൈവം വിടുവിച്ചു. ഇന്നും ജീവനോടെ ഇരിക്കുന്നു. എനിക്ക് 2018 ഒരു സർജറി വരേണ്ടി വന്നു. അത് കാര്യമായ വലിയ സർജറി അല്ലെങ്കിലും എനിക്ക് ക്ഷീണം ഒന്നും ഉണ്ടായില്ലെങ്കിലും അത് അങ്ങനെ ഒരു ബ്ലോക്ക് വന്ന് ഞാൻ കൊളനോസ്കോപ്പി കുറച്ച് വർഷം എടുക്കാഞ്ഞുകൊണ്ട് ആ സർജറിയും കഴിയേണ്ടി വന്നു. എങ്കിലും അത് കഴിഞ്ഞ് കീമോ ഒന്നും ഞാൻ എടുത്തില്ല. ഹല്ലേലൂയ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ ആയുസ് എൻ്റെ വേല തേക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. ഞാൻ അതിനുവേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ വീണ്ടും ധൈര്യപ്പെടുത്താം. നിങ്ങൾക്ക് വന്ന് ഭവിക്കും നോക്കി, നമുക്ക് വന്ന് ഭവിക്കും നോക്കി സുവിശേഷന്റെ അഭിവൃദ്ധി കാരണമാകുവാൻ കർത്താവ് ഇടയാകട്ടെ എന്ന് ആശംസിച്ചു അനുഗ്രഹിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഓരോ സബ്ജക്റ്റായിട്ട് നമുക്ക് എടുക്കാം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഫലം, അതിലെങ്ങനെയാണ് നമ്മൾ വളരേണ്ടത്. ഹല്ലേലൂയ ജീവിതത്തിലെ പാപത്തെ എങ്ങനെയാണ് നമ്മൾ ജയിച്ച് കയറേണ്ടത്. ഹല്ലേലൂയ ജീവിത വിശുദ്ധിക്ക് എങ്ങനെയാണ് മുന്നേറേണ്ടത്. ഇങ്ങനെ ഓരോ സബ്ജക്റ്റിൽ ചെറിയ ചെറിയ എപ്പിസോഡ് 45 മിനിറ്റ്സ് ആയിരിക്കും കർത്താവിൻ്റെ ദാസൻ തരുന്നത്. അതിനകം അനുഭവത്തോടുകൂടി ഞാൻ എങ്ങനെയാണ് ഹല്ലേലൂയ ഈ വചനം കൊണ്ട് പരിശുദ്ധാത്മാവിനാൽ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇതിനെയൊക്കെ ഓവർകം ചെയ്ത് വന്നതൊക്കെയും ആരെ ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഹല്ലേലൂയ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ ദൈവസേനയിൽ ഹല്ലേലൂയ സമർപ്പിക്കുന്നു. ദൈവത്തിന് ഹല്ലേലൂയ സ്തോത്രം. കർത്തൃദാസനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു ആൻറ്റി. ഇത്ര സമയങ്ങൾ ആൻറ്റിയുടെ ജീവിതാനുഭവത്തിൽ നിന്നും ഒക്കെ പങ്കുവച്ചതിൽ, അതുപോലെ തന്നെ ആത്മീക പാഠങ്ങൾ പങ്കുവച്ചതിൽ ആൻറ്റിയോട് നന്ദി പറയുകയാണ്. അടുത്ത വീക്കിൽ പിന്നെയും നമ്മൾ പുതിയൊരു എപ്പിസോഡുമായിട്ട് വരും. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കേൾക്കും. ദൈവം നമ്മുടെ പ്രേക്ഷകരെല്ലാം അനുഗ്രഹിപ്പാനിടയായി തീരട്ടെ. പ്രത്യേകിച്ചും പ്രിയ ചെറിയങ്ങളുടെയും മത്സ്യാൻ്റെയും കർത്താവ് അനുഗ്രഹിപ്പാനിടയായി തീരട്ടെ. ചെറിയങ്ങളോടുമുള്ള നന്ദി പറയുന്നു. അങ്കിളാണ് എല്ലാം അറേഞ്ച് ചെയ്തത്, അടുത്തിരിപ്പുണ്ട്. അങ്കിളാണ് എല്ലാം അറേഞ്ച് ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. ആൻറ്റിക്ക് വേണ്ടി അല്ലേ ഒരു വേദി ഒരുക്കുക, ഒരു സ്റ്റേജ് ഒരുക്കുക, ഞങ്ങളുടെ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അത് ഉത്തമ കുടുംബത്തിൻ്റെ ലക്ഷണമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം.
ചെറിയങ്ങളിൽ തന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ഈ സെഷൻ പ്രാർത്ഥിച്ച് വൈൻഡപ്പ് ചെയ്യുമായിരുന്നു. ചെറിയങ്ങളിൽ തന്നെ ഒന്ന് പ്രാർത്ഥിച്ച് ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. പ്രാർത്ഥിക്കാം. സുഖപിതാവേ, അൻപുള്ള ദൈവമേ, നന്ദിയോടെ കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവേ, ഈ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാനും ദൈവകൃപയെ പറ്റി ധാരാളമായിട്ട് ചിന്തിപ്പാനും തന്ന കൃപയ്ക്കായി നന്ദിയോടെ കർത്താവിനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ദൈവത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും പറ്റിയുള്ള പ്ലാനും പദ്ധതികളും മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ ഞങ്ങളുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആത്മാവിനെ പ്രാപിച്ച് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും എവിടെയെങ്കിലും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് അരുളിച്ചെയ്ത കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കഷ്ടങ്ങളും ഒക്കെയും അതെല്ലാം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാകുന്നുവെന്ന് ഇന്ന് ഞങ്ങളെ ഓർപ്പിച്ചല്ലോ കർത്താവെ. നന്ദിയോടെ സ്തോത്രം. ഈ കർത്താവെ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പ്ലാനിലും പർപ്പസിലും ഓരോരുത്തരും തികഞ്ഞു വരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൽ അവരെ എപ്പോഴും ബലപ്പെടുത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ചാനലിൽ കർത്താവെ കടന്നു വരുവാനും ഈ ചാനലിന്റെ കർത്താവെ ശുശ്രൂഷയിലായിരിക്കാനും തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. പിന്നെ പാസ്റ്ററേയും സാന്റിയെയും ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മക്കൾ ചെയ്യുന്ന ഈ ശുശ്രൂഷ അനേകർക്ക് വിടുതലായി പ്രയോജനമായി തീരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിന് ദൈവത്തിന് നന്ദി കരേറ്റുകയാണ്. പിന്നെയും താഴ്ത്തുന്നു. അടുത്ത എപ്പിസോഡുകളിലും ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോടെ സ്തോത്രം. യേശുവിൻ നാമത്തിൽ സുഖപിതാവേ, ആമേൻ. ആമേൻ. താങ്ക് യു അങ്കിൾ, താങ്ക് യു ആൻറ്റി, ഇത്രയും സമയങ്ങൾ ഞങ്ങളോടൊപ്പം വിനിയോഗിച്ചതിൽ. പ്രേക്ഷകരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു.